Okay, so we are on live. Good evening, all. Good evening. Let everyone join. So, today was another examination day. So, tell me, how was your exam? എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും എക്സാം എന്നൊക്കെ അറിയിക്കുക. We are waiting for your response after the examination. ഒത്തിരി സ്റ്റുഡൻസ് അവരുടെ റെസ്പോൺസ് ഒക്കെ നമ്മളുടെ അടുത്ത് പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നൊക്കെയുള്ളത്. ആൻഡ് യെസ്, സോ ഇന്നത്തെ എക്സാമിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ അതിൻ്റെ അനാലിസിസ്, ഹൗ വാസ് എക്സാം, എങ്ങനെയായിരുന്നു, റൈറ്റിംഗ് ക്വസ്റ്റ്യൻ എത്ര ഈസി ആയിരുന്നു, എന്തെങ്കിലും കൺഫ്യൂസിങ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നോ, സ്പീക്കിങ്ങിൽ എന്തെങ്കിലും ഉണ്ടോ, ആൻഡ് റീഡിങ് ലിസ്ണിംഗ്, ഹൗ വാസ് യുവർ റീഡിങ് ലിസ്ണിംഗ്, എല്ലാം നിങ്ങളുടെ അടുത്ത് നിന്ന് നമുക്ക് ആവശ്യമുണ്ട്. സോ ദാറ്റ് ഷുഡ് ബി റിയലി ഹെൽപ്ഫുൾ ഫോർ all those who have taken exam today, and also for the students, the upcoming students who are about to take their examination. So, എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ വി വുഡ് ലൈക്ക് ടു ലിസൺ ഫ്രം യു ആൻഡ് നോ യുവർ പ്രസൻറ്റ്. സോ എല്ലാവരും we would like to have to get some hi from your side. Okay, Minsha, hi. Amal Raj, hi. Okay, so യൂഷ്വലി നമുക്ക് എപ്പോഴും എക്സാം കഴിഞ്ഞിട്ട് വരാറുള്ള ചില ചോദ്യങ്ങളാണ് അല്ലേ, അങ്ങനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അത് കറക്റ്റാണോ എന്ന് അറിയില്ല. ക്വസ്റ്റ്യനിൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കുറേ കൺഫ്യൂഷനൊക്കെ നമുക്ക് വരാറുണ്ട് എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനകത്തൊരു ജനറൽ ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഒരു ജനറൽ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കാം. സോ അതാണ് നമ്മൾ ഈ റിവ്യൂ അല്ലെങ്കിൽ ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് അതിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷനാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അബൌട്ട് യു. സോ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും ഇന്നത്തെ എക്സാമിനേഷൻ, ആൻഡ് ഹൗ വാസ് യുവർ സ്പെക്കുലേഷൻ? I guess the speculation went well. ഞാൻ എസ്പെഷ്യലി നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ദാറ്റ് റീഅഷുറൻസ് എന്നുള്ള ഫാക്ടർ, അല്ലെങ്കിൽ അതെപ്പോഴൊക്കെയാണ് പറയേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ജസ്റ്റ് മുന്നത്തെ നമ്മുടെ സ്പെക്കുലേഷനിൽ പറഞ്ഞ ജസ്റ്റ് എക്സാമിൻ കേസും ഉണ്ടായിരുന്നു. സോ നമ്മൾ ഓൾമോസ്റ്റ് ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ഞാനൊരു റൗണ്ട് സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത ഇൻഫർമേഷനൊക്കെ വെച്ചിട്ട് നോക്കാൻ നേരത്തെ ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിരുന്ന കാര്യമാണ്, നിങ്ങൾ ഒരു വേർഡ് പോലും നിങ്ങൾക്ക് അറിയാത്തത്, നിങ്ങൾ പ്രോപ്പർ മെറ്റീരിയൽസ് ആണ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് പോലും നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവാത്തത് ആ ഒരു കാർഡിൽ ഉണ്ടാവത്തില്ല എന്നുള്ളത്. സോ വെൻ ഐ കളക്ട് ദി റിവ്യൂ ഓൾസോ ദ സെയിം ഹാപ്പൻഡ്. അങ്ങനെ ഒന്നുപോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. Okay, so I think let's move into the detailed analysis of what we are trying to explain to you. So students, ഇത് പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ എക്സാമിനേഷൻ വാസ് എസ്പെഷ്യലി അബൌട്ട് റീഡിങ് ആൻഡ് ലിസ്ണിങ്. എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള പോലെ ഒരു മിക്സ്ഡ് ഒപ്പീനിയൻ ആണ് വരാറല്ലേ റീഡിങ് ആൻഡ് ലിസ്ണിങ് എന്ന് പറയുമ്പോൾ. സോ ലിസ്ണിങ് ആൻഡ് റീഡിങ്ങിന് നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുക? പൊതുവേ യൂഷ്വലി നമ്മളുടെ ഒരു പ്രോപ്പർ പ്രാക്ടീസ് ചാനലിൽ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് യൂഷ്വലി ലിസ്ണിങ് ആൻഡ് റീഡിങ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക? ഇത് പൊതുവേ എന്ന് പറയുവാണെങ്കിൽ ഒരു പേഴ്സണൽ സ്കില്ലാണ് അല്ലേ. ലിസ്ണിങ് ആൻഡ് റീഡിങ് എന്ന് പറയുന്നത് വൺ ഫൈൻ മോർണിംഗ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സ്കില്ലല്ല, ഒരിക്കലും പറ്റില്ല. അതൊരു പ്രാക്ടീസിലൂടെ നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലല്ലേ ആ ഒരു റീഡിങ് സ്കിൽസും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അപ്പോൾ ആ ഒരു രീതിയിലുള്ള ട്രെയിനിങ് നമുക്ക് തീർച്ചയായിട്ടും വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ലിസണിങ്ങിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ ചെയ്യുക. അല്ലെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓഡിയോയുടെ സ്പീഡ് നിങ്ങൾക്ക് കൂട്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ ലൗഡ് സ്പീക്കേഴ്സിൽ നിങ്ങൾക്കത് കേൾക്കാം. അതൊക്കെ നമ്മുടെ ലിസണിങ് സ്കിൽസിനെ നമ്മൾ പല രീതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ പുട്ടിങ് ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, അവിടുന്ന് നമ്മൾ അപ്പോൾ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഒരു ലൗഡ് സ്പീക്കറിൽ നിങ്ങളൊരു ക്ലാസ് റൂമിൽ ഇട്ട് വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെടുത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ എന്താണ് എക്സ്ട്രാ എഫേർട്ട് ഇടുവാണ്, വളരെ സ്ട്രെയിൻ ചെയ്ത് നമ്മൾ കേൾക്കുവാണ്. യെസ്, സോ ആ ഒരു എഫേർട്ട് നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് പേഴ്സണലി നമ്മൾ ഇയർഫോൺ പ്ലഗ് ഇൻ ചെയ്യാൻ നേരത്തും ഇടാൻ വേണ്ടിയിട്ട് അത്ര കീനായിട്ട് നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിഷ്യലി ഉള്ള ആ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇപ്പം റൈറ്റിംഗ് ആണെങ്കിലും ഇപ്പം ലിസണിങ് റീഡിങ് ആണെങ്കിലും ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുക ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കാരണം ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡിഗ്രി ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ എക്സാമിനേഷൻ വരുമ്പോൾ നമുക്ക് അതിനേക്കാളും
സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഓൾസോ റിയലി ഇമ്പോർട്ടൻറ്റ്. വളരെ ഈസി ആയിട്ടുള്ള മെറ്റീരിയൽസ് ചെയ്ത് ഹൈ സ്കോറിങ്, ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. എക്സാം ബേസ്ഡ് മെറ്റീരിയൽസ് തീർച്ചയായിട്ടും ചെയ്യണം. ഐ എം നോട്ട് സെയിങ് ദിസ് ഇസ് നോട്ട് എക്സാം ബേസ്ഡ് മെറ്റീരിയൽസ്. ഡിഫിക്കൽട്ടി ലെവലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ റൈറ്റിംഗ് ആണെങ്കിലും ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു അനാലിസിസ് നമുക്ക് അറ്റ് എ ഗ്ലാൻസ് നടത്തുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസിലും ചെറിയ ചെറിയ മൈൽഡ് കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ. അത് എല്ലാ ക്വസ്റ്റ്യൻസും റൈറ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്യുമ്പോൾ അത് റീഡിങ് ആയിക്കോട്ടെ, ലിസണിങ് ആയിക്കോട്ടെ, സ്പീക്കിംഗ് ആയിക്കോട്ടെ, നമുക്ക് പല രീതിയിലും സ്റ്റുഡൻസ് ട്രാപ്ഡ് ആയി പോകാവുന്ന സിറ്റുവേഷൻസ് എല്ലാ മൊഡ്യൂൾസിലും ഉണ്ടാവാം. ഇപ്പം ഞാൻ റൈറ്റിംഗ് ആണ് കൂടുതലും ചെയ്യുന്നത് കൊണ്ട് എല്ലാ കേസ് നോട്ട്സിലും ചെറുതോ വലുതായിട്ടുള്ള കൺഫ്യൂഷൻസ് എല്ലാ കേസ് നോട്ട്സിലും ഉണ്ടാവും. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, എന്തായിരിക്കാം ഈ ഒരു കേസ് നോട്ടിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ട് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം അവർ നമ്മളതിൻ്റെ അത് കൺഫ്യൂസ് ആക്കാൻ ശ്രമിച്ചിരിക്കുക എന്നുള്ള ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യണം. ഞാൻ റൈറ്റിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ഇങ്ങനെയൊരു കൺഫ്യൂഷൻ സ്റ്റുഡൻസിന് ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കാം, എങ്ങനെ അത് കൃത്യമായി ടാക്കിൾ ചെയ്യാം, ഇങ്ങനെയായിരിക്കണം റൈറ്റിംഗ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നത് അല്ലേ. യെസ്, അതുപോലെ തന്നെയാണ് നമ്മൾ റീഡിങ്ങിന്റെ കാര്യം വരുമ്പോഴും നമ്മൾ സിനോണിംസ് എടുത്ത് നോക്കാൻ നേരത്ത് നമുക്ക് ചിലപ്പോൾ രണ്ടെണ്ണം സംശയം ഉണ്ടാവും. എങ്ങനെയാണത് ആ രണ്ട് ഓപ്ഷൻസ് നമുക്ക് സംശയം ഉണ്ടാകുന്ന നേരത്ത് പ്രോബബിലിറ്റി കൂടുതൽ ഏതിനാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. നമ്മൾ ആ വാക്കിന്റെ സിനോണിംസ് വെച്ചിട്ട് അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ വെച്ചിട്ട് ഏതാണ് കൂടുതൽ ആ ഒരു ആൻസറുമായിട്ട് മാച്ച് ചെയ്യുന്നതെന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എറർ ആൻസേഴ്സ് കട്ട് ചെയ്യാനായിട്ട് പഠിക്കാം. ഇതെന്തായാലും ആയിരിക്കത്തില്ല, അങ്ങനെ അഷ്യൂരിറ്റി ഉള്ള ആൻസേഴ്സ് നമുക്ക് ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം. സോ ദർ ആർ ഡിഫറെന്റ് മെത്തഡ്സ് ദാറ്റ് യു ക്യാൻ ട്രൈ. അതെല്ലാം നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഒറ്റൊരു ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് ഇതെല്ലാം നമുക്ക് കിട്ടില്ല. അത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ നമ്മളുടെ ഒരു സ്കില്ലുണ്ട്. നമ്മൾ ചിലപ്പോൾ ചില രീതികൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓരോരുത്തരും എക്സ്പ്ലോർ ചെയ്യുകയാണ് അവിടെ അവരുടെ റീഡിങ്, അവരുടേതായ റീഡിങ് സ്കിൽസ്. അപ്പോൾ കുട്ടികൾ പറയുന്നൊരു കാര്യമാണ് റീഡിങ് എത്ര ചെയ്തിട്ടും ഇമ്പ്രൂവ് ആവുന്നില്ല. അതുപോലെ ഞാൻ കേൾക്കുന്നതാണ് സ്പീക്കിംഗ് എത്ര ചെയ്തിട്ടും ഇമ്പ്രൂവ് ആവുന്നില്ല. അത് ചെയ്യുന്നതിൻ്റെ രീതിയുടെ പ്രശ്നങ്ങളാണ്. നമ്മൾ ഒരേ രീതിയിൽ തന്നെ പോയിട്ട് അതിന് പ്രത്യേകിച്ച് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ തെറ്റാണ്. ഓക്കെ, അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് സ്കോർ ഇട്ട് അത് മാറ്റി വെച്ച് അടുത്ത ചെയ്യുമ്പോൾ അതേ സ്കോർ തന്നെ കിട്ടുവാണെങ്കിൽ വി ഹാവ് ടു ഗോ ബാക്ക്. നമ്മൾ തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് അത് എന്തൊക്കെയാണ്, എനിക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ഏരിയ ആണോ എനിക്ക് കൂടുതലായി തെറ്റുന്നത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ആ തെറ്റ് നമ്മൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്, എനിക്ക് എന്തുകൊണ്ട് ശരി കണ്ടുപിടിക്കാൻ പറ്റില്ല, ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ആൻസറിൽ സ്റ്റക്കായി പോയി, അത് എന്നെ എവിടെയാണ് കുഴപ്പിച്ചതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ടൈം അത് ശരിയാക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ചിലപ്പോൾ നമ്മൾ വായിച്ചതിൻ്റെ മിസ്റ്റേക്സ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വായിച്ചാലേ നമുക്ക് അതിനകത്ത് കൃത്യമായൊരു ഐഡിയ ഡീറ്റെയിൽ ആയിട്ട് അത് ക്ലിയർ ആകാൻ പറ്റുള്ളൂ. അത് ലെറ്റ് ഇറ്റ് ബി ഇൻ റൈറ്റിംഗ് ഓർ ഇൻ സ്പീക്കിംഗ്, എന്താണെങ്കിലും റീഡിംഗ് ആണെങ്കിലും അത് അങ്ങനെ ചെയ്യാനായിട്ട് പറയും. ബിക്കോസ് പലപ്പോഴും നമ്മൾ എഫേർട്ട് എടുത്ത് വായിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. ഒരു ഡിസ്കഷനിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്, നമ്മൾ ഇൻഡിവിജ്വലി ചെയ്യാൻ നേരത്തെ അത് കിട്ടുന്നില്ലെങ്കിൽ സംവെയർ നമ്മുടെ എഫേർട്ട് പ്രോപ്പറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാനിട്ടാണ്. വീട്ടിൽ ചെന്നിട്ടൊരു ഹോംവർക്കോ അല്ലെങ്കിൽ അതിന് കൃത്യമായി നമ്മൾ ഇച്ചിരി കൂടി എഫക്റ്റീവായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാത്തതൊക്കെയാണ് പ്രശ്നം. ഓക്കെ, നമ്മളൊരു 10 മെറ്റീരിയൽ എടുത്ത് അടുപ്പിച്ച് ചെയ്യുമ്പോൾ നാച്ചുറലി അതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും. പക്ഷേ ദാറ്റ്സ് എ ക്വൈറ്റ് ലോങ് ടേം പ്രോസസ്സ്. അതിൽ ഒത്തിരി നേരം എടുക്കും, ഒത്തിരി നാളെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. മറിച്ച് നമ്മൾ ഇഷ്ടം പോലെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മിസ്റ്റേക്സും നമ്മൾ ടാക്കിൾ ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മിസ്റ്റേക്സ് എന്താണെന്ന്. ഓക്കെ, അപ്പോൾ ഒത്തിരി തെറ്റുകൾ വന്നാൽ പോലും ആ തെറ്റുകൾ എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ക്യാൻ റിലാക്സ്. കാരണം നമ്മൾ റൈറ്റ് ട്രാക്കിലാണ്. മറിച്ച് എനിക്ക് ഇത്രയും കുറഞ്ഞ എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്, നമ്മുടെ ട്രെയിനിങ്ങിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ളതാണ്. ഓക്കെ, സോ ടേക്കിംഗ് ഇൻ ദിസ് ഇൻടു കൺസിഡറേഷൻ നമ്മൾ ഇപ്പം റെഗുലർ ഓൺലൈൻ സ്റ്റുഡൻസിന് പോസിബിൾ ആവില്ല. ഓൾ വി ക്യാൻ പ്രൊവൈഡ് ഇസ് വിത്ത് മെറ്റീരിയൽസ്. ഇപ്പം റെഗുലർ സ്റ്റുഡൻസിനാണെങ്കിൽ നമുക്ക് ഈ റീവിസിറ്റ് ചെയ്യാനും അവർക്ക് അവരുടെ കംഫർട്ടബിൾ സോണിൽ പോയി റെസ്റ്റ് ചെയ്ത് വീട്ടിൽ ചെന്നിരുന്ന് അല്ലെങ്കിൽ ഹോസ്റ്റൽസിലൊക്കെ ചെന്നിരുന്ന് രണ്ടാമത് റീവിസിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ മെറ്റീരിയൽസ് നമ്മൾ അവർക്ക് കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പം അവരുടേതായ ഒരു എന്താ കിട്ടുക, ഒരു ഫ്രീഡം കിട്ടുകയാണ്. തീർച്ചയായിട്ടും അവർ എവിടേക്കാണ് തെറ്റിച്ചെന്ന് അവരുടെ ക്ലാസ് ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ആ ഡിസ്കഷനിൽ കേട്ട കാര്യങ്ങൾ വെച്ചിട്ട് അവർക്ക് ഒന്നുകൂടി നോക്കാനായിട്ട് പറ്റും അല്ലേ. അതൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. So Sri Lakshmi, hi sir and ma'am, how are you doing? We are doing great, Sri Lakshmi, and how are you? Yes. Okay.
സോ ആൻഡ് ദാറ്റ്സ് കമ്മിങ് ടു ദ ലിസണിങ്. അതും അങ്ങനെ തന്നെയാണ്. സാറ് പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് മെത്തഡ്സ് നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒറ്റയടിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു സ്കില്ലൊന്നുമല്ല. Because cannot expect a miracle. Miracle here in this field, but at the same time പക്ഷേ അതോടൊപ്പം തന്നെ നമുക്കൊരു എക്സാമിനേഷൻ പാറ്റേണിന് വേണ്ടി നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ ഒരേ ടൈപ്പ് ഓഫ് എന്താ പറയുക ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഓഫ് കോൺവെർസേഷൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമ ഫിലിംസ് കാണുന്നത് നല്ലതാണെന്ന് പറയും, തീർച്ചയായിട്ടും നല്ലതാണ്. ന്യൂസ് പേപ്പർ റീഡിങ് നല്ലതാണെന്ന് പറയും, തീർച്ചയായിട്ടും ഏറ്റവും നല്ലതാണ്. പക്ഷേ അതൊക്കെ നമുക്ക് കിട്ടുന്നത് ഒരു ലോങ് ടേം റിസൾട്ടാണ്. അത് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു ഹാബിറ്റാണ്. അത് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകാൻ പാടില്ല. ഓക്കെ, അതൊരു ലോങ് ടേം എഫക്റ്റിന് വേണ്ടിയാണ്. ഷോർട്ട് ടേം എഫക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാം ടൈപ്പ് മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം എക്സാമിന് എന്താണ് സംഭവിക്കുന്നതെന്ന് മാത്രം അറിഞ്ഞ് അതിനകത്ത് നമ്മൾ കൂടുതൽ എഫേർട്ട് ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ please speak in Hindi. Oh my god, that would be very very difficult because my second language was Malayalam. Okay, so ade endayalum nadakkum thonilla, but we'll try to speak in English. Yeah, we'll speak in English, definitely, both English as well as in Malayalam. We both are pathetic in yes Hindi. Okay. Okay, yes. I read this message just because it's the first time that we are hearing someone asking us to speak in Hindi. Yeah, that's true. Okay. But we do so, consider. Hope you understood. Yes. Our limitation. But he Rajinder. Yeah. Okay. All right. So, അപ്പം നിങ്ങൾ ലിസണിങ്ങിനും റീഡിങ്ങിനും വേണ്ടി ആ ഒരു ഏരിയയിൽ സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഒന്ന് റീചെക്ക് ചെയ്യുക. നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊന്ന് റീചെക്ക് ചെയ്യുക. ആൻഡ് ഇപ്പോൾ നിങ്ങൾ എവിടെ പഠിച്ചു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ ഏരിയയിൽ എന്ത് അസിസ്റ്റൻസ് ഐ തിങ്ക് എങ്ങനെയാണ് അപ്പാർട്ട് ഫ്രം ദി ട്രെയിനിങ് ഇപ്പോൾ ഓൾറെഡി എവിടെയെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും എന്തെങ്കിലും ഹെൽപ്പ് എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ അടുത്ത് അസിസ്റ്റൻസ് ചോദിക്കാവുന്നതാണ്. അത് നമ്മൾ ഒരു കുട്ടീനെ ട്രെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാന്നുള്ളത് നോ പ്രോബ്ലം. പിന്നെ ട്രെയിനിങ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അത് നിങ്ങൾ നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്താലായിരിക്കും പറ്റുക. കാരണം നമുക്ക് ട്രെയിനേഴ്സ് ഉണ്ട്, അവർക്കൊക്കെയുള്ള ബാക്കി അതിൻ്റെ സിസ്റ്റമാറ്റിക് കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ പോകും. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയ ടഫാണ്, അതിന് വേറെ രീതിയിലുള്ള എന്ത് ഗൈഡൻസും നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. സോ നിങ്ങൾക്ക് ഇഫ് യു ഹാവ് എനി ക്വയറീസ് യു ക്യാൻ ആസ്ക് ടു അസ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഡ്യൂറിങ് യുവർ ട്രെയിനിങ്. ബിക്കോസ് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു. ഓക്കെ, സോ Abel Joseph Thomas. Hi Abel, it's been frequently I'm seeing your name. I'm so happy. Good evening, sir, ma'am. Okay, then Ammu. Hi Ammu. Hi sir and ma'am. And Sai. Sia. Hi Sia. Aggressive training really. Okay. Yes, so Sia, have you got an idea regarding today's writing and speaking questions, and you got any response from your students or friends? Please let us know. Okay, so I think we'll move to a writing module if yes, that's discussion true. on reading and listening. That's true. Yeah. Okay, you may please continue. Okay, so in examination എഴുതിയ കുട്ടികൾക്ക് റൈറ്റിംഗ് മൊഡ്യൂൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മെസ്സേജ് അയക്കുമായിരുന്നെങ്കിൽ, ആരെങ്കിലും എക്സാം എഴുതിയ കുട്ടികൾ ലൈവ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ മാർക്ക് യുവർ റെസ്പോൺസ്. ഹൗ വാസ് യുവർ റൈറ്റിംഗ് മൊഡ്യൂൾ ഇൻ ടോട്ടൽ? ഓക്കെ, സോ മൈ ഓവർവ്യൂ റിഗാർഡിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കേസ് നോട്ട് തന്നെയാണ്. നമ്മളെപ്പോഴും കാണുന്ന തരത്തിലുള്ള ഒരു ക്ലീഷേ കൈൻഡ് ഓഫ് ഒരു നറേഷനും എന്താ പറയുക, ആ ഒരു എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല അധികം. കാരണം ഞാൻ എന്തെങ്കിലും ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള ഇതിലെന്താണ് ഏറ്റവും ട്രിക്കി ആയിട്ട് കുട്ടികൾക്ക് തോന്നുന്നത് എന്നൊക്കെയാണ് എൻ്റെ ആസ്പെക്ട്സ് വരുന്നത്. പക്ഷേ ഇറ്റ് വാസ് ക്വൈറ്റ് an easy case note. Normal. Yes, but still ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ, ചെറുതായിട്ടോ വലുതായിട്ടോ ഒരുപാട് കൺഫ്യൂഷൻസ് പല കുട്ടികൾക്കും പല രീതിയിൽ തോന്നാം. ഇപ്പോൾ കോമൺ ആയിട്ട് ഈ ഒരു കേസ് നോട്ട്സിൽ ചില മൈൽഡ് അല്ലെങ്കിൽ ഒരു കുറച്ച് കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്.
അതെ അതെന്തൊക്കെയാണ് നമുക്ക് പറയാം അല്ലേ? അതെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസ്കഷൻസ് ഇങ്ങനെ വരാൻ നേരത്ത് സ്റ്റുഡൻസിനെ അൺനെസസറി ആയി ട്രിക്കി ആക്കി കഴിഞ്ഞാലും അവർക്ക് ഈ ഒരു കൺഫ്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ വന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സെന്റൻസ് അല്ലേ എഴുതണ്ടേ, ഈ വാക്ക് പെർട്ടിക്കുലർലി അങ്ങനെ യൂസ് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ആ ഒരു അവരുടെ ഫ്രീഡത്തെ നമ്മൾ കേർട്ടേൽ ചെയ്യുന്നുണ്ട് പലപ്പോഴും ഒരു ഓവർ ഡിസ്കഷൻ ഓൺ ലെറ്റർ വരാൻ നേരത്ത്. പക്ഷേ ഈ കേസ് നോട്ട് കണ്ടപ്പോൾ ഞാൻ പേഴ്സണലി എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു കൺഫ്യൂഷൻ എലമെന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. പക്ഷേ ഐ എം പ്രിറ്റി ഹാപ്പി ദാറ്റ് ഈ ഒരു ടൈപ്പ് ഓഫ് സിമിലർ കൈൻഡ് ഓഫ് എ സിറ്റുവേഷൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച എക്സാം ബാച്ചിൽ പ്രിപ്പയർ ചെയ്യിച്ചപ്പോൾ yes, it is received back, sir. Continue, please. Yeah. Okay. Fine. അപ്പോൾ ഈ ഒരു കേസ് നോട്ടിലെ പ്രശ്നമെന്ന് പറയുമ്പം ഇവിടെ ഈ പേഷ്യൻ്റ് ലെറ്റ് മീ is it okay? Yeah, that's fine. Yes. Preeti has already commented that it was confusing. So Preeti Thomas, what made you confused? Let's hear from you first. Okay. എന്തായിരുന്നു പ്രീതിക്ക് ഈ ഒരു കേസ് നോട്ടിൽ കൺഫ്യൂഷൻ ആയിട്ട് തോന്നിയത് എന്താണെന്ന് പറയാൻ എന്നിട്ട് ഞാനത് എക്സ്പാൻഡ് ചെയ്യാം. Okay. And I will just stick on to the basics of this question first before moving into that. Okay. ഇവിടെ ഒരു 75-year-old പേഷ്യൻ്റ് ആയിരുന്നു, നമ്മുടെ ആർതർ ടൈലർ എന്നുള്ളതായിരുന്നു പേഷ്യൻറ്റിൻ്റെ പേര്. ഹി വാസ് 75-year-old. അപ്പം ഹി എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുകയാണ്, ജെൻഡർ ചേഞ്ച്, ബിവെയർ ഓഫ് ജെൻഡർ ചേഞ്ച്. നമ്മൾ പലപ്പോഴും അറിയാതെ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് കൺഫ്രണ്ട് ദിസ് ഇഷ്യൂ വിച്ച് ഇസ് ക്വൈറ്റ് എ മേജർ പ്രോബ്ലം which you have to take here into consideration. അതെ, ലാസ്റ്റ് ടൈം ഇൻഫാക്ട് നമ്മൾ പറഞ്ഞപ്പോഴാണെങ്കിൽ നമ്മുടെ അടുത്ത് സ്റ്റുഡൻസ് കുറച്ച് പേര് ഹി എന്നും കുറച്ച് പേര് ഷീ എന്നും എന്നുള്ള അതിനകത്തൊരു ക്ലാരിറ്റി കുറവ് അത് അറിയാതെ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ ആ സമയത്ത് അങ്ങനെ എഴുതി പോകുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ മൈന്യൂട്ട് മിസ്റ്റേക്ക് അല്ല, ഒരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. ഓക്കെ, ലെറ്റ് മീ കണ്ടിന്യൂ. അപ്പോൾ ഇവിടെ 75-year-old പേഷ്യൻ്റാണ് നമ്മുടെ ഇന്നത്തെ കഥാപാത്രം. ഈ പേഷ്യൻറ്റിന് ഹോസ്പിറ്റലൈസ്ഡ് ആയി. Again, I don't think that there is point in dealing with today's date anymore. Yes. Throughout this year. Today's date, again, 8th of January തന്നെയാണ്. And this patient was admitted to hospital like 6 days back, back in 2nd of January 2022, after a fall. And during hospitalization, he had developed UTI. He was diagnosed UTI, and also he was a known case of COPD, and also during hospitalization he had shortness of breath and its associated complaints and symptoms, and some revisions in his medications and everything happened during this same hospitalization, and now he's getting transferred to a nursing home, and we are writing this letter to the manager of the nursing home requesting continued care of the patient. So ഇത് ഇങ്ങനെ എന്താ ഫ്രെയിം എന്ന് പറയുന്നത്, ഈ കേസ് നോട്ടിൻ്റെ ഫ്രെയിം വളരെ സിമ്പിളാണ്. നമ്മൾ പലപ്പോഴും പലതവണ എഴുതുന്ന ഒരു കോമൺ കൈൻഡ് ഓഫ് ഒരു ഫ്രെയിമാണ് ഈ ഒരു ലെറ്ററിന് വന്നത്, വിച്ച് വാസ് നോട്ട് അറ്റ് ഓൾ എക്സൈറ്റിംഗ്. സോ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരട്ടെ കുട്ടികൾക്ക്. നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന കുട്ടികളെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടായ, അവർ ചിലപ്പോൾ 2-3 തവണ റീറൈറ്റ് ചെയ്യിക്കേണ്ട രീതിയിലുള്ള കേസ് നോട്ട്സ് വരെ നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. ആൻഡ് ഓൾസോ വി ഡു ക്ലിയർലി എക്സ്പ്ലെയിൻ ദ ഇൻറ്റൻഷൻ ബിഹൈൻഡ് ഗിവിംഗ് സച്ച് കൈൻഡ്സ് ഓഫ് കേസ് നോട്ട്സ്. ഞാൻ പറയാറുണ്ട്, ഒരിക്കലും എക്സാമിനേഷൻ നിങ്ങൾ ഈ കൈൻഡ് ഓഫ് ഒരു കേസ് നോട്ട് പ്രതീക്ഷിക്കേണ്ട. ഈവൻ നിങ്ങളുടെ ഒഫീഷ്യൽ ലെറ്റേഴ്സിൽ തന്നെ കാണുന്ന കേസ് നോട്ട്സ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിലും ചില കേസ് നോട്ട്സ് ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ എക്സാം ലെവലിൽ വരുന്ന കേസ് നോട്ട്സ് വരാറില്ല. അപ്പം അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ ഈസി കേസ് നോട്ട് കാണുമ്പോൾ നമുക്ക് ദാറ്റ് ഷുഡ് ഗിവ് യു എ സൈൻ ഓഫ് റിലീഫ്. കാരണം ഇത്ര നാൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തതിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് അല്ല, ആ ഒരു ഡിഫിക്കൽട്ടി ലെവല് കുറഞ്ഞു വരുന്ന കേസ് നോട്ട് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റും. So Preeti says, write a discharge letter to a nursing home where it was a transfer or not. So that was the confusion. Okay, so from the social history it is written, I guess, he is living alone at home. So he is not discharged to the home. It's a transfer letter. He is getting transferred. Like he will be transferred to nursing home like after 5 days, 13th of January. You know. Okay. So that was a confusion. അത് അവിടെ എഴുതിയിട്ടില്ലായിരുന്നു എന്നാണ് what to say previous. Okay. So അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? നമ്മളുടെ സ്റ്റുഡൻസ് പറഞ്ഞു ട്രാൻസ്ഫർ ചെയ്യാന്നുള്ള രീതി തന്നെയാണ് പറഞ്ഞിരുന്നത്. Was there a confusion
അതാണ് പ്രീതി നോട്ട് ചെയ്തൊരു കൺഫ്യൂഷൻ. റൈറ്റ് എ ഡിസ്ചാർജ് ലെറ്റർ എന്നാണ് ക്വസ്റ്റ്യനിൽ എഴുതിയിരുന്നത്, ബട്ട് വേർ ഇറ്റ് വാസ് നോട്ട് മെൻഷൻഡ് ടു ട്രാൻസ്ഫർ ടു സം ഫെസിലിറ്റി. ഓക്കെ, സോ നമ്മൾ ഡിസ്ചാർജ് അല്ലെങ്കിൽ ആ ഒരു റെഫറൽ ലെറ്ററിൽ വരുന്ന നമുക്ക് ക്രൈറ്റീരിയ വെച്ച് വേണമെങ്കിൽ അതിനൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം അല്ലേ. ഫോർ നോട്ട് എനി പെർട്ടിക്കുലർ കെയർ ഇറ്റ് ഇസ് നോട്ട് ബീൻ റെഫേർഡ് ടു ഓർ discharged for a particular care to the nursing home, rather it was a continuation of care. അവിടെ ഒരു continuation of care ആണ് വന്നേക്കുന്നത്, a continued care ആണ്. Since he is alone, that might be reason. That is a reason, in fact. So since he lives alone and now his condition has got problematic, that is the reason why he is getting transferred to the nursing home. Okay. And before explaining further, so this was a framework. ഒരു ഫോൾ റിലേറ്റഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ പേഷ്യൻറ്റ് പിന്നീട് ഫോൾ സബ്സൈഡ്, ഫോളിൻ്റെ കണ്ടീഷൻസും അതിൻ്റെ പ്രോബ്ലംസൊക്കെ സബ്സൈഡ് ചെയ്യുന്നു. പക്ഷേ ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ ഹി ഹാസ് ഡെവലപ്ഡ് ഓർ ഹി ഹാസ് ബീൻ ട്രീറ്റഡ് ഫോർ UTI ആൻഡ് ഓൾസോ ഹി ഹാഡ് പ്രോബ്ലംസ് വിത്ത് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. പേഷ്യൻ്റ് COPD ഉള്ള പേഷ്യൻ്റാണ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസും വരുന്നു. സോ ദിസ് ടുഗെദർ കമ്പൈൻസ് ദ റീസൺ ഫോർ ഹിസ് ട്രാൻസ്ഫർ ടു ദ നഴ്സിംഗ് ഹോം. ഓക്കെ. ആൻഡ് ഓൾസോ പേഷ്യൻ്റ് ഒറ്റയ്ക്കാണ്, വിഡോ വൈഫ് മരിച്ചുപോയ ആളാണ്. സോ ദാറ്റ് ഓൾസോ ആക്സസ് SME relevant data to the stimuli behind this transfer. ഓക്കെ, അപ്പോൾ ഈ ലെറ്ററിലെ സ്റ്റുഡൻസിന് വരാൻ സാധ്യതയുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ഞാനൊന്ന് പറയാം. അറ്റ്ലീസ്റ്റ് സം ഓഫ് യു മൈറ്റ് ഹാഡ് ദിസ് കൺഫ്യൂഷൻ. ചിലർ ഇതിന് ഇൻട്രൊഡക്ഷനിൽ ഹി ഈസ് ബീയിങ് ട്രാൻസ്ഫേർഡ്, ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതാണ്. നിങ്ങൾ ടുഡേയ്സ് ഡേറ്റും, ഇപ്പോൾ ഡിസ്ചാർജ് ഡേറ്റ് ആണെങ്കിൽ ഡിസ്ചാർജ് ഡേറ്റ്, ട്രാൻസ്ഫർ ഡേറ്റ് ആണെങ്കിൽ ട്രാൻസ്ഫർ ഡേറ്റ്, വാട്ട് എവർ ഇറ്റ് ബി, അത് സെയിം ആണോ നോക്കുക. ടുഡേയ്സ് ഡേറ്റ് 8th of January തന്നെ ഈ പേഷ്യൻറ്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ റൈറ്റ് ഹി ഈസ് ബീങ് ട്രാൻസ്ഫേർഡ്. ഇതിങ്ങനെയൊക്കെയാണ് OET നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ നമ്മൾ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നമ്മൾ സ്ഥിരം കാണുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് വരുമ്പം നമ്മളത് ചിലപ്പം നോട്ടീസ് ചെയ്യില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഇതുപോലത്തെ ഒരു ലെറ്റർ സെയിം ഡേറ്റ്, അതായത് 8 January നിന്ന് 13. അപ്പോൾ ആലോചിക്കുക, ഒരു 100 കുട്ടികൾ എക്സാമിനേഷൻ എഴുതുകയാണെങ്കിൽ അതിലൊരു 10 കുട്ടികൾ ഈ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കും. അത് അവർക്ക് അറിയാത്തത് കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, കെയർലെസ്നെസ് ആയിട്ട്. ഒരു ജെൻഡർ ചേഞ്ച് എന്ന് പറയുന്നല്ലേ, അപ്പം അവനെന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഷീ ആവുന്നു, ഹിസ് ഹസ്ബൻഡ് ആവുന്നു, അങ്ങനെ പല പ്രശ്നങ്ങൾ സംഭവിക്കുമ്പം ഇതൊക്കെ കെയർലെസ്നെസ് ആണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം, നമ്മളെ എങ്ങനെയൊക്കെയാണ് ഇവർ ട്രാപ്പ് ചെയ്യിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ അത്ര ട്രിക്കി ആക്കുന്നത് നോക്കുക. ഇതൊരു വലിയ സംഭവമല്ല, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞതാണ്. രണ്ടാമത്, ഓവർ ഗ്ലോറിഫിക്കേഷൻ ടു ദ റീസൺ ബിഹൈൻഡ് അഡ്മിഷൻ. ഇപ്പോൾ സാധാരണ ഈ കേസിനോട് ഡിഫറെൻ്റ് ആകുന്ന ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം പേഷ്യൻ്റ് അല്ല, നമ്മൾ എപ്പോഴും കാണുന്ന സാധനമാണ്, പേഷ്യൻ്റ് വീണു, ഹോസ്പിറ്റലിൽ വരുന്നു, ഫ്രാക്ചർ ഉണ്ടാകുന്നു, ഫ്രാക്ചർ ആവുന്നു, എക്സ്റേയിൽ ഫ്രാക്ചർ കൺഫേം ചെയ്യുന്നു, അതിന് മാനേജ്മെൻറ്റ് കൊടുക്കുന്നു, പയ്യെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. പക്ഷേ പേഷ്യൻറ്റിന് മൊബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്, അസിസ്റ്റൻസ് വേണം. അപ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെയും ഈ കേസിനോട് ഡിസൈൻ ചെയ്യാം. പക്ഷേ എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തില്ല? അവരിതിൽ വ്യത്യാസം വരുത്തി. എങ്ങനെ ചെയ്തു? അവർ പേഷ്യൻറ്റ് ഇനീഷ്യലി ഹോസ്പിറ്റലിൽ ഫോൾ വെച്ച് വന്നു എന്ന് എഴുതുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഫോളിനെ പറ്റിയുള്ള കാര്യങ്ങളും ഒരുപാട് ഗ്ലോറിഫിക്കേഷൻ ചെയ്യുന്നു. അത് ഫോൾ പറ്റിയപ്പോൾ ഉണ്ടായ ഒരുപാട് കംപ്ലൈൻറ്റ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ നോഷിയ, എന്താണ് നോഷിയ, ഫീവർ, ഡിസിനസ്, വീക്ക്നെസ്, കൺഫ്യൂഷൻ, ഡിസോറിയൻറ്റേഷൻ, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പേഷ്യൻ്റ് ഫോളിനെ തുടർന്ന് വന്നപ്പോൾ. അപ്പോൾ നമ്മളിതെല്ലാം എന്ത് ചെയ്തു, എടുത്തെടുത്ത് എഴുതാനുള്ള സാധ്യത കൂടുതലാണ്. ദാറ്റ് ഈസ് എ പ്രോബ്ലം. കാരണം സാധാരണ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ വന്നു, ഇങ്ങനെ കംപ്ലയിൻസ് ആയിട്ട് വന്നു, ഇങ്ങനെ മാനേജ് ചെയ്തു. ഈ ഫോളിനെ തുടർന്നുള്ള പ്രോബ്ലംസ് ആണ് പേഷ്യൻറ്റിന് നിലവിലുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ഓഫ് കെയർ ആണ്, കണ്ടിന്യൂയിങ് കെയർ ആണ് വേണ്ടതെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കതൊക്കെ എഴുതാം, ഈ കംപ്ലയിൻസ് ഒക്കെ എഴുതാം. പക്ഷേ ഇവിടെ എന്താണ് അവർ ചെയ്തത്? അവർ പേഷ്യൻ്റ് ഇങ്ങനെ ഫോളിനെ തുടർന്ന് വന്നു, കുറേ കംപ്ലയിൻസ് ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ദിവസം എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഫ്രാക്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു മൈൽഡ് നെക്സ്റ്റ് ഡേ ഒരു ചെറിയൊരു ബ്രൂയിസിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പേഷ്യൻ്റ് വന്ന അന്ന് പേഷ്യൻ്റ് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം, ഞാൻ ഓൾറെഡി പറഞ്ഞു, 2016 മുതൽ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു, COPD ഉള്ള ആളാണ്. അതിന് പേഷ്യൻ്റ് ഇൻഹെയിലർ എടുക്കുന്ന ബ്രോങ്കോ ഡിലേറ്റർ അല്ല സംതിങ് യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ വന്നപ്പം എന്ത് സംഭവിച്ചു, ഈ ബ്രോങ്കോ ഡിലേറ്റർ ഇൻഎഫക്റ്റീവ് ആണെന്ന് അദ്ദേഹം കംപ്ലയിൻറ്റ് ചെയ്തു. 2 കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ. ഒന്ന്,
ഈ ഇൻഹേലറിൻ്റെ ഇൻഎഫക്റ്റീവ്നെസ്സിനെ പറ്റി കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ അത് ഒരു ചേഞ്ച് ചെയ്യുന്നു പറയുന്നുണ്ട്. അതുപോലെ ഡയൂറിയ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് UTI സസ്പെക്ട് ചെയ്യുന്നു. ഇവിടെ തൊട്ട് കേസിനോട് ഡീവിയേഷൻ നടത്തുകയാണ്. പിന്നെ ഈ കേസിനോട്ടിലെങ്ങും ഈ പറയുന്ന ഫോളിനെ തുടർന്ന് വന്ന കാര്യങ്ങൾ അതൊരു ജസ്റ്റ് ഒരു ഫാക്ടർ മാത്രമാണ് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ. അപ്പോൾ നിങ്ങൾ കേസിനോട് ലെറ്റർ എഴുതുമ്പോൾ പേഷ്യൻ്റ് 2-ാം തീയതി എന്തിന് ഹോസ്പിറ്റലിൽ വന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യന് ആൻസർ മാത്രമായിട്ട് പേഷ്യൻ്റ് വീഴ്ചയെ തുടർന്ന് ഹോസ്പിറ്റലിൽ വന്നിരുന്നു, പക്ഷേ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് തീർത്താൽ മതി. അവിടെ കംപ്ലയിൻസും കാര്യങ്ങളും ഇന്ന കംപ്ലയിൻസ് ആയിരുന്നു എന്നൊന്നും ഒരിക്കലും അവിടെ നമ്മൾ എഴുതേണ്ട ആവശ്യം ഇല്ല. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ റീസൺ. ബിക്കോസ് നിലവിൽ അത് സബ്സൈഡായി, അത് കംപ്ലീറ്റ്ലി റൂൾഡ് ഔട്ടാണ്. പ്രസൻ്റ്ലി അത് ആ കേസ് മാനേജറിന് അല്ലേ, നമ്മൾ റിസീവറും കൂടെ ആലോചിക്കണം. റിസീവർ കേസ് മാനേജറാണ്, നഴ്സിംഗ് ഹോമിലെ മാനേജറാണ്, അതുപോലെ തന്നെ കണ്ടിന്യൂഷൻ ഓഫ് കെയർ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ കംപ്ലയിൻസ് ആയിട്ട് 2-ാം തീയതി വന്നു എന്നറിയേണ്ടത്. കാരണം അതന്ന് വന്നു തീർന്നു, അത് വേറൊരു കണ്ടീഷനായിരുന്നു, ഫോളായിരുന്നു അല്ലേ. ഫോളുമായിട്ടും പ്രസന്റ് കണ്ടിന്യൂഡ് കെയർ വേണ്ടി അതൊരു ബന്ധമില്ലാത്തത് കൊണ്ട് അത് എഴുതേണ്ട കാര്യമില്ല. ഐ ഹോപ്പ് ദാറ്റ് പോലും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല. റെക്കമെൻഡേഷനിൽ പറയുന്നത് ഈ പറയുന്ന പോലെ ബ്രീത്തിങ് എക്സസൈസും അങ്ങനെയുള്ള ഈ UTI ബന്ധപ്പെട്ടുള്ള കെയറും COPD ബന്ധപ്പെട്ടുള്ള കെയറും പിന്നെ അദ്ദേഹത്തിൻ്റെ സ്മോക്കിംഗ് ചെയ്യുന്ന ഒരാളാണെന്ന് പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്, റെക്കമെൻഡേഷൻ പറയുന്നത്. അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് റിവ്യൂ ആഫ്റ്റർ 2 weeks ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് COPD ആൻഡ് UTI എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്ലിയർലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഇവിടെ ഫോൾ എന്ന് പറയുന്നതിന് സിഗ്നിഫിക്കൻസ് ലീസ്റ്റ് ആണ്. ലീസ്റ്റ് ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്നില്ല. ഇറ്റ് ജസ്റ്റ് ഗിവ്സ് the reader information regarding why he was admitted to hospital. He was admitted to hospital not because of the complications of UTI, neither COPD. അവിടെ വേറൊരു കണ്ടീഷനായിട്ട് വന്നു, പക്ഷേ ആ സമയത്ത് മറ്റു ചില പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ വേറെ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കോംപ്രിഹെൻസീവ് കെയർ ആണ് അവിടെ അവർ കൊടുത്തത്. അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഈ ഒരു സിമിലർ കൈൻഡ് ഓഫ് ഒരു കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ സ്റ്റുഡൻസ് ആയിട്ട് ലാസ്റ്റ് ഈ വീക്ക് എക്സാം ഡേ ഫോർച്ചുനേറ്റ്ലി നമുക്ക് ചെയ്യാനായിട്ട് ഭാഗ്യമുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് കുറച്ച് കുട്ടികൾക്കെങ്കിലും അതൊരു എൻലൈറ്റ്മെൻ്റ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഈ കേസിനോടല്ലേ മറ്റൊരു കൺഫ്യൂഷൻ. ഒന്ന് ഞാൻ പറഞ്ഞു ടുഡേസ് ഡേറ്റ് ഹീസ് ബീങ് ട്രാൻസ്ഫർഡ് എന്ന് എഴുതരുത്. അവിടെ എഴുതുന്നത് എന്താണ്, ഹി വിൽ ബി ട്രാൻസ്ഫർഡ്, ഹീ സ്കെഡ്യൂൾഡ് അല്ലെങ്കിൽ ഹീസ് ഡ്യൂ ഫോർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് രീതിയിലും എഴുതാം. കാരണം ഭാവിയിലാണ് the transfer is yet to happen in the future after 5 days. So you cannot write he's being. You can use that phrase only when the action is taking place presently. It explains the present status of the patient. If the patient is getting transferred the same day, you can write is being transferred, which shows a present thing. അല്ലേ, അത് is being transferred, will be transferred അങ്ങനെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാൻ ചെയ്യരുത്. അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ആൻഡ് സ്റ്റഡി. അതാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. ഈസ് ബീങ് ട്രാൻസ്ഫർ ഇവിടെ എഴുതിയാൽ തെറ്റാണ്, അങ്ങനെ നിങ്ങൾ ഒരിക്കലും, അപ്പോഴാണ് നമുക്ക് എന്ത് എഴുതണം എന്ന് വളരെ അത് ഐ തിങ്ക് നമ്മൾ അൺനെസസറി സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി ട്രാൻസ്ഫർ ഹീസ് ബീങ് ട്രാൻസ്ഫർഡ്, ഡിസ്ചാർജ് ഹീസ് ബീങ് ഡിസ്ചാർജ്ഡ്, എല്ലാം ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്തൊരു സെന്റൻസ് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ദർ ഇസ് നോ പ്രോബ്ലം. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുകയോ ബൈ ഹാർട്ട് ചെയ്യാതിരിക്കുകയോ എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. ബട്ട് ദ പ്രോബ്ലം ഇസ് ഇതൊരു ലാംഗ്വേജ് അസസ്മെന്റ് ടെസ്റ്റ് ആണ്. ഇതും ഒരു ക്രൈറ്റീരിയ ആണ് അല്ലെ. പേർപ്പസ്, ജോണർ ആൻഡ് സ്റ്റൈൽ, ലാംഗ്വേജ്, എല്ലാം ലേ ഔട്ട്, എല്ലാം നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ്. പക്ഷേ പ്രാക്ടിക്കലി ഒരു എക്സാമിനർ നിങ്ങളുടെ പേപ്പർ എടുത്ത് ആദ്യം വായിക്കാൻ പോകുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. അവർ നോക്കാൻ പോകുന്ന ലേ ഔട്ടിൽ കിടക്കുന്നവരെല്ലാം അവർ അരിച്ചു പറക്കി നോക്കുന്നതിനേക്കാളും അവരാദ്യം നോക്കുന്നത് ഇൻട്രൊഡക്ഷനും ബോഡി വണ്ണും ആയിരിക്കും. അതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ ഒരു ക്ലീഷേ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ ഉണ്ടാക്കുന്ന കൈൻഡ് ഓഫ് റെപ്പറ്റേറ്റീവ് യുവർ ലാംഗ്വേജ് ഷുഡ് ബി യുവർ ലാംഗ്വേജ് എന്നോർത്ത് നമുക്കൊരു എക്സാമിനറെ നമ്മൾ എന്താ ചെയ്യുക, യൂസിങ് ദർ ആർ സം ട്രിക്സ് ആൻഡ് ട്രിക്സ് അല്ലേ. അപ്പോൾ അതിൽ പല രീതിയിൽ നമുക്ക് നമ്മുടെ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് ട്രെയിനിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ എന്തായാലും അത് ഹെൽപ്പ് ചെയ്യും എന്ന് എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ട് റൈറ്റിംഗ് മൊഡ്യൂളിൽ കേട്ടോ. ഓക്കെ, യെസ്. സോ അടുത്ത ഒരു കൺഫ്യൂഷൻ എലമെൻ്റ് ഈ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ചെറിയൊരു ഇംപ്രവൈസേഷൻ ചെയ്താൽ നന്നായിരിക്കും. അതായത് ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്ന മറ്റൊരു കാര്യമാണ്, പാസ്റ്റ് ഹിസ്റ്ററിയും പ്രസൻറ്റിങ് കംപ്ലയിൻറ്റുമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ആണെങ്കിൽ നമ്മൾ ആർക്ക് ലെറ്റർ എഴുതിയാലും
ഇങ്ങനൊരു കണ്ടീഷനുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ടേ റീസെൻ്റ്ലി പേഷ്യൻ്റ് ഇങ്ങനെ ബുദ്ധിമുട്ട് കാണിച്ചു എന്ന് പറയാവുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്, ഇദ്ദേഹം ഓൾറെഡി നോൺ കേസ് ഓഫ് COPD ആണ്, അതിന് പേഷ്യൻ്റ് എന്ത് കഴിക്കുന്നുണ്ട്, ഇൻഹേലർ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് എന്ത് പറയണം, ഇദ്ദേഹം ജസ്റ്റ് റീസെൻ്റ്ലി അഡ്മിഷൻ്റെ അന്ന് ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആണ്. അല്ലാതെ നമ്മൾ ഫസ്റ്റ് ബോഡിയിൽ പേഷ്യൻ്റ് 2nd of January ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു, എന്നിട്ട് ബ്രോങ്കോഡിലിറ്റർ ഇൻഫെക്റ്റീവ് ആണെന്ന് കംപ്ലയിൻറ്റ് ചെയ്തതിനെ തുടർന്ന് അത് സെറാറ്റോടൈഡ് സംതിങ് ഒരു മെഡിക്കേഷനിലേക്ക് ചേഞ്ച് ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പം ആ റീഡറിന് ഒരു ക്വസ്റ്റ്യൻ വരും, അപ്പോൾ ഇദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, COPD ഉണ്ടായിരുന്നോ എന്ന് സംശയം വരും അല്ലേ. അപ്പോൾ നമ്മൾ സ്ട്രക്ചേർഡ് റൈറ്റിംഗ് ഫോളോ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും, അവരടുത്ത പാരഗ്രാഫീസ് അവർ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് ബോഡി എന്ന് പറയുമ്പോൾ അഡ്മിഷൻ ഇങ്ങനൊരു കേസ് നോട്ടല്ലേ. ഇപ്പം ട്രാൻസ്ഫറിങ് കേസ്, ഒരു നഴ്സിംഗ് ഹോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കേസ് നോട്ടിൽ അവർ യൂഷ്വലി പഠിക്കുന്ന ഒരു സ്ട്രക്ചർ, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബോഡിയിൽ പേഷ്യൻ്റ് അഡ്മിറ്റ് ആയപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ തൊട്ടുള്ള പ്രസൻറ്റ് സ്റ്റേറ്റസ് വരെ ബോഡി 1, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് 2 ബോഡിയിൽ, അടുത്ത ബോഡിയിൽ സോഷ്യൽ ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി, റെക്കമെൻഡേഷൻ പാരഗ്രാഫ്. യാതൊരു പ്രശ്നവുമില്ല, ആ ഒരു സ്ട്രക്ചർ തന്നെ ഇവിടെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ബോഡി 1 എഴുതുമ്പോൾ ഇദ്ദേഹം COPD ഉള്ള ഒരു പേഷ്യൻ്റാണ്. അവർ വർഷമൊന്നും പറയണമെന്നില്ല, അതൊന്നും അവിടെ ആർക്കറിയേണ്ട ആവശ്യമില്ല, മാനേജറിന് അറിയേണ്ട കാര്യമില്ല. കാരണം ഒരു ഫർദർ മാനേജ്മെൻറ്റിൻ്റെ ഡോക്ടറിനെ വിടുന്ന ലെറ്റർ അല്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ COPD ഉള്ള ആളാണ്, അതിന് അദ്ദേഹം റെഗുലർലി ഈ ഇൻഹെയിലർ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടേ നമ്മൾ എന്ത് പറയാവുള്ളൂ, അഡ്മിഷൻ്റെ അന്ന് അദ്ദേഹം ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് പരാതിപ്പെട്ടിരുന്നു, കംപ്ലയിൻറ്റ് ചെയ്തെന്ന് പറയാവുള്ളൂ. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. അല്ലാതെ നമ്മൾ ബോഡി 1 ഇദ്ദേഹം ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത ബോഡി വന്നിട്ട് ഇദ്ദേഹം COPD ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം എഫക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ് അല്ലേ. അതും ഒരു എന്താണ് ക്രൈറ്റീരിയ തന്നെയാണ്. എഫക്റ്റീവ്നെസ്, കൺസൈസ് ആയിട്ട് എഴുതുന്നതാണെന്ന് പറയുന്നത് അല്ലേ. ക്ലാരിറ്റി ഓഫ് യുവർ ലെറ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മേജർ ക്രൈറ്റീരിയ തന്നെയാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് യുവർ ലെറ്റർ ഈസ് എ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണല്ലേ, എനിക്ക് പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നവർക്ക് എഫക്റ്റീവായിട്ട് അത് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം ആ എക്സ്പ്ലനേഷൻ അല്ലേ. ദ സെയിം ലോജിക് ഹാസ് ടു ബി അപ്ലൈഡ് ഇൻ ദ ലെറ്റർ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം, ആ ഒരു ഫ്രീഡം നമുക്ക് തരുന്നുണ്ട്. OIT ഒരിക്കലും നിങ്ങളോട് ഇങ്ങനെ എഴുതണം അങ്ങനെ എഴുതണം എന്ന് ഒരിക്കലും പറയുന്നില്ല. അത് ഓരോ കേസിനോടിനനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ആവണം. ഇതാണ് OIT പറയുന്നത്, ഫ്ലെക്സിബിൾ ആവുക, ആക്ട് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അങ്ങനെ ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് സ്ട്രക്ചറുകളോ ഒന്നും പഠിച്ചു വെക്കരുത്. അങ്ങനെ പഠിച്ചു വച്ചാൽ സംഭവിക്കുന്ന കൺഫ്യൂഷൻസ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത്. 1, ഹീസ് ബീങ് ട്രാൻസ്ഫർഡ്. 2, ഈ പറയുന്ന പോലെ ഫോളിന് ഓവർ ഗ്ലോറിഫിക്കേഷൻ കൊടുത്ത്, അതുപോലെ അന്ന് ഫ്രാക്ചർ എക്സ്റേ എടുത്തു, അതുപോലെ അന്ന് പേഷ്യൻറ്റിന് കംപ്ലയിൻറ്റ്സ് ഇന്നതൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഗ്ലോറിഫിക്കേഷൻ ചെയ്ത് എഴുതാതെ ഇന്ന കംപ്ലയിൻറ്റ് തുറന്ന് എഴുതി എന്ന് മാത്രം എഴുതുക. 3ാമത് ഈ പറയുന്ന ഫസ്റ്റ് ബോഡിയിൽ ഇങ്ങനെ COPD ഉള്ള ആളായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബാക്കി നറേഷനിലേക്ക് പോവുക. വേറെ പ്രോബ്ലം ഒന്നുമില്ല. സോ ഈ 3 ഇത് നമുക്ക് നാച്ചുറലായിട്ട്, ഒരു പക്ഷേ നിങ്ങൾ എന്താ പറയുക, ഇതിനൊന്നും നിങ്ങൾ ഒരുപാട് ട്രെയിനിങ് ഒന്നും എടുക്കണ്ട. ആകെ നിങ്ങൾ സ്കൂൾ ഡേയ്സിൽ നമ്മൾ പഠിച്ച ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ടല്ലേ, ഫോർമൽ ലെറ്റർ, സെമി ഫോർമൽ, അല്ലെങ്കിൽ ഇൻഫോർമൽ, ഫോർമൽ. ആ ലെറ്ററിൻ്റെ സെയിം ഫോർമാറ്റാണ്, അല്ലാതെ ഒരിക്കലും ആയിട്ടൊരു സ്ട്രക്ചർ ഇല്ല. ഐ തിങ്ക് ഒരു ലാംഗ്വേജ് അത്യാവശ്യം ഹാൻഡിൽ ചെയ്ത ഒരാൾക്ക് നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഈ ലെറ്റർ കൊടുത്തിട്ട് പർപ്പസ് പറഞ്ഞ് അവരോട് എഴുതാൻ പറഞ്ഞു നോക്കുക. യു ക്യാൻ സീ ദ ഡിഫറൻസ്, യു ക്യാൻ സ്മെൽ ദ ഡിഫറൻസ്. യെസ്. അപ്പോൾ ഒരിക്കലും ഈസ് ബീങ് ഡിസ്ചാർജ് എന്നൊന്നും അവർ പഠിച്ചു വെച്ചിട്ടില്ല. സോ അവരുടെ ലാംഗ്വേജ് കാണാൻ പറ്റും. യെസ്, അതാണ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്. പക്ഷെ നമ്മൾ എല്ലാവരും ഒരു ലാംഗ്വേജ് ഉള്ളവരല്ല അല്ലേ, നമുക്ക് അതിൽ പോരായ്മകൾ തീർച്ചയായിട്ടും അതിന് ഒരുപാട് രീതിയിൽ, ഞാനത് പറയുന്നില്ല ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട്, ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ട് നമുക്ക് ഇതിനകത്ത്. ഞാൻ ഈ പറയുന്ന ക്ലീഷേ സ്റ്റേറ്റ്മെന്റ്സ് വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സെന്റൻസ് ടൈപ്സ് നമുക്ക് പഠിച്ചു വയ്ക്കാൻ പറ്റും. അതിലൊരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. വിൽ ഡിസ്കസ് ദാറ്റ് ലേറ്റർ. ആൻഡ് മൂവിങ് ഫർദർ, മിസ്റ്റർ ആദർ സിയ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുണ്ടല്ലോ. Mr. Arthur, an elderly man requires ongoing support and continued care upon transfer to your center. He has been diagnosed with COPD. Okay, എപ്പോഴാണ് ട്രാൻസ്ഫർ എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഐ തിങ്ക് ഹി ഹാസ് റിവൈസ്ഡ് ഹിസ് ഇൻട്രൊഡക്ഷൻ ബിഫോർ. ഐ തിങ്ക് ദാറ്റ്സ് ഗുഡ്. വെരി ഗുഡ് കൃത്യമാണ്. യെസ്, അഗെയിൻ ഇപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ വായിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്,
ഇൻട്രൊഡക്ഷനിൽ ഒരിക്കലും നമ്മൾ എന്ത് എഴുതരുത്, ഫോളിനെ പറ്റി എഴുതരുത്. അഗൈൻ ഞാൻ പറഞ്ഞല്ലേ, ഫോൾ എന്ന് പറയുന്ന ഇൻസിഡൻറ്റിന് ജസ്റ്റ് എന്തിന് ഇദ്ദേഹം ഹോസ്പിറ്റലിൽ വന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ അങ്ങനെയും ഇൻട്രൊഡക്ഷനിൽ ചിലപ്പോൾ നമുക്ക്, കാരണം നമ്മൾ എന്താ പേഷ്യൻ്റ് ഫോൾ ആയിട്ട് ഹോസ്പിറ്റലിൽ വന്നു, നമ്മൾ ഇതിനു മുമ്പ് എഴുതിയിരിക്കുന്ന കൂടുതൽ കേസ് നോട്ട്സിലും വന്ന കംപ്ലൈൻ്റ് ആണ് നമ്മൾ എവിടെ എഴുതുക, ഇൻട്രൊഡക്ഷനിലാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെയിം ഫോർമാറ്റിൽ നിന്ന് ഫോളോ ചെയ്താൽ അതും പ്രോബ്ലമാറ്റിക് ആവാം. സോ ബിവെയർ ഓഫ് ദാറ്റ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നാം പറഞ്ഞപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും അല്ലേ. ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ. നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല, നമുക്ക് അത് റീറൈറ്റ് ചെയ്യാനോ കറക്ഷൻ കിട്ടുമ്പോൾ ശരിയാക്കാമെന്ന് വിചാരിക്കാനില്ല. ദാറ്റ് ഈസ് യുവർ ഫൈനൽ ചാൻസ്. അപ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരാം. പക്ഷെ അത് നാച്ചുറലായിട്ട് നമുക്ക് ആസ്ക് യുവർ സെൽഫ്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് അഡ്വൈസ് ദാറ്റ് ഐ ക്യാൻ ഗിവ് ടു യു. നിങ്ങളോട് ചോദിക്കുക, ഈ കോൺടാക്സിൽ ഇത് ആവശ്യമുണ്ടോ, ഇങ്ങനെയാണോ, ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതാണോ നല്ലത്. എല്ലാത്തിനും നിങ്ങളോട് തന്നെ ഉത്തരം ചോദിക്കുക. യു വിൽ ഗെറ്റ് ഇറ്റ്. ആൻഡ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റീസണിങ് പവറും കൂടും അല്ലേ. അത് ഏതൊക്കെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ട, ആ സിറ്റുവേഷൻ നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതാണ് പ്രാക്ടീസിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. നമ്മൾ ആ പ്രാക്ടീസും ഡിസ്കഷനും ഡെയിലി അതുമായിട്ട് കീപ്പിംഗ് ഇൻ ടച്ച്, നമുക്കൊരു ബെറ്റർ ഐഡിയ ഓരോ ലെറ്ററിനെ പറ്റിയും കിട്ടും. നമ്മൾ അങ്ങനെ സ്റ്റുഡൻസായിട്ട് ഡിസ്കഷൻസൊക്കെ വളരെ ഹെൽത്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഡെയിലി നമ്മൾ റെഗുലർ സ്റ്റുഡൻസിൻ്റെ ആരോടൊപ്പം ഇരുന്ന് ഡിസ്കസ് ചെയ്ത്, ഓൺലൈൻ സ്റ്റുഡൻസിനോടൊപ്പം ആണെങ്കിലും ഡെയിലി ഞാനും മാമും ഒക്കെ ഇരുന്ന് അവരുടെ കൂടെ അന്നൊന്ന് പ്രാക്ടീസ് ചെയ്യുന്ന കാർഡ്സിൻ്റെയും ലെറ്ററിൻ്റെയൊക്കെ ഡിസ്കഷൻസ് കൊടുത്ത്, അപ്പോൾ അവർക്ക് ഒരുപാട് പുതിയ പുതിയ ഡൗട്ടുകളും അവരുടേതായ കൺസേൺസ് ഒക്കെ നമുക്ക് അത് വളരെ നമുക്കും കൂടെ ഒരു എന്താ പറയുക, നമുക്കും ഒരു ഐ ഓപ്പണർ ആണ്. ഇങ്ങനെയും കുട്ടികൾ ചിന്തിക്കാം. ഇപ്പം നോൺ കേസ് എന്നൊക്കെ പറയുന്നത് ഞാൻ പണ്ട് ഐ ഡു റിമെമ്പർ, ഞാൻ പണ്ട് നോൺ കേസ് എന്നൊക്കെ അറിയാമല്ലോ, റിസീവറിന് അറിയാവുന്ന ആളാണെങ്കിൽ നോൺ കേസ് അല്ലെങ്കിൽ അൺനോൺ കേസ് എന്നൊരു വൺ ലൈൻ സ്റ്റേറ്റ്മെന്റിലായിരുന്നു ഞാൻ റൈറ്റിംഗ് ഓറിയന്റേഷൻ എടുത്തപ്പോഴും പറഞ്ഞിരുന്നത്. ഐ ടുക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ദാറ്റ് സ്റ്റുഡൻസ് നോ വാട്ട് ഈസ് എ നോൺ കേസ്. പക്ഷേ December 4th ലാസ്റ്റ് ഇയർ December 4th എക്സാമിനേഷൻ കഴിഞ്ഞ് കുട്ടികൾ വന്നിട്ട് എന്നോട് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് December 4th ഒരു ക്ലിനിക്കിലൊരു നേഴ്സ് ഒരു സ്കൂൾ നേഴ്സിന് എഴുതുന്ന കത്തായിരുന്നു. അപ്പോൾ ഇവരുടെ ഡൗട്ട്സ് എന്ന് പറഞ്ഞാൽ ദ പേഷ്യൻറ്റ് വാസ് ജസ്റ്റ് 5 year old, ഒരു KG സ്റ്റുഡൻറ്റ് എന്തോ ആയിരുന്നു, കിൻഡർ ഗാർഡൻ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ LKG സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം ഈ സ്റ്റുഡൻസ് ചോദിച്ച ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കൂളിൽ 10,000-2,000 കുട്ടികളില്ലേ, ഒരു സ്കൂളിൽ 10,000-2,000 കുട്ടികളുണ്ടാവാൻ സാധ്യതയില്ലേ, അപ്പോൾ അതിന് ഓൺ കേസ് ആവാൻ സാധ്യതയുണ്ടോ, അതുപോലെ തന്നെ ഈ കുട്ടിക്ക് 5 വയസ്സ് പ്രായമല്ലേ ഉള്ളൂ, ഈ കുട്ടി ജസ്റ്റ് സ്കൂളിൽ ചേർന്നല്ലേ ഉള്ളൂ, അപ്പോൾ ഇത് ഓൺ കേസ് ആവുമോ. അപ്പോൾ ആണ് ഞാൻ മനസ്സിലാക്കിയത്, എല്ലാവരും ഞാൻ പറയുന്നില്ല, ചിലരെങ്കിലും ഈ നോൺ കേസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ നോൺ കേസ് എന്ന് പറയുന്ന പോലെ നമുക്ക് അങ്ങോട്ട് പേഴ്സണലി ബന്ധം ഉണ്ടാവുന്ന യാതൊരു നിർബന്ധമില്ല. നോൺ കേസ്. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് ആ റിസീവറിൻ്റെ കയ്യിൽ ഈ പേഷ്യൻറ്റിൻ്റെ ഫയൽസ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് നോൺ കേസാണ്. അവർ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ട് ഉണ്ടാവണമെന്ന് പോലും നിർബന്ധമില്ല. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അതുകൊണ്ടാണ് ഇൻട്രൊഡക്ഷനിൽ വ്യക്തമായിട്ട് നമ്മൾ എന്തെഴുതണമെന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാവുന്ന, നിങ്ങളുടെ അവിടെ താമസിക്കുന്ന, നിങ്ങളുടെ പേഷ്യൻ്റായ എന്നൊരു റെഫറൻസ് കൊടുക്കാൻ പറയുന്നത്. എവറിത്തിങ് ഹാസ് ഗോട്ട് എ പർപ്പസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. So I didn't write UTA in the introduction, so I lost my score. Actually, that was an important information, but you have highlighted it in the coming paragraph. There is still a നിയമമൊന്നുമില്ല രജിമോൾ, അങ്ങനെ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ എഴുതണമെന്ന് നിർബന്ധമില്ല. പക്ഷേ that's a relevant information ആണ്. പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ള ഹൈലൈറ്റിംഗ് അതിന്റെ കമ്മിങ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ if you could justify, like at the end of the day, if you could impress the examiner, if your examiner is satisfied with the kind of writing that you have written, it is okay. പക്ഷേ അത് എഴുതണമായിരുന്നു. പക്ഷേ ബോഡി പാരഗ്രാഫിൽ അത് നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതി, ഇപ്പം ഈ പറഞ്ഞ ഫോളിൽ ഇമ്പോർട്ടൻസ് അധികം കൊടുക്കാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ it would be fine. ഇതൊരു ഫാക്ട് മാത്രമാണ് കേട്ടോ. ഒരിക്കലും അത് എഴുതാത്ത കുട്ടികളെല്ലാം ഫെയിൽ ആവുന്നു, എഴുതിയവർ ജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ one of the reasons. Which is important. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് വരുന്ന എക്സാമിനേഷൻസിൽ കുട്ടികൾ കോൺഷ്യസ് ആയിരിക്കണം. ഇങ്ങനെ പല പല കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ രീതിയിലുള്ളൊരു എക്സ്പ്ലനേഷൻ ലൈവിൽ കൊടുക്കാമെന്ന് വിചാരിച്ചത്, റാദർ ദാൻ ജസ്റ്റ് ഡിസ്കസിങ് ദ കേസ് നോട്ട് ആൻഡ് ദ ലെറ്റർ. ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാമെന്ന് വിചാരിക്കാനുള്ള കാരണം, ഇതൊക്കെ ചെറിയ കാരണമായിട്ട് നമുക്ക് തോന്നാമെങ്കിൽ പോലും ഒരു എക്സാമിനേഷൻ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള തോട്ട്സ് നമ്മളെ
എന്ത് ചെയ്യുന്നു, വാണ്ടർ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ അതെ. ഒരു പ്രശ്നമാണ് അല്ലേ. യെസ്, ഓക്കെ. സോ ഈ ഒരു കേസിനോടിൻ്റെ ഫർദർ ഡിസ്കഷനിലേക്ക് പോവുകയാണെങ്കിൽ, പേഷ്യൻ്റ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. ദാറ്റ് ഈസ് ഓൾസോ എ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, അറ്റ്ലീസ്റ്റ് സെമി റെലവൻറ്റ് ഇൻഫർമേഷൻ ആണ്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട്, ബട്ട് ഹി ഈസ് വറീഡ് അബൌട്ട് ദ പുവർ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ് ദാറ്റ് ഹി ഹാസ്. അത് റെക്കമെൻഡേഷനിൽ പറയുന്നുണ്ട്. And also regarding the smoking, it seems. യെസ്, അദ്ദേഹം സ്മോക്കറാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ മകൻ്റെ കൺസേൺസും പറയുന്നുണ്ട്. അത് റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ വരുമ്പോൾ അതിൻ്റെ ഫോളോ അപ്പും പറയുന്നുണ്ട്. അതായത് സ്മോക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹെൽപ്പ് ടു സ്റ്റോപ്പ് സ്മോക്കിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ സ്മോക്കിംഗ് സെസേഷൻ ഗ്രൂപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു ഇൻഫർമേഷൻ പറയുന്നുണ്ട്. അങ്ങനെ വായിക്കുമ്പോൾ ആ സോഷ്യൽ ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് എഴുതാം. അഗെയിൻ സ്ട്രക്ചേർഡ് റൈറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ കാണുന്ന എല്ലാം പലരും എന്ത് ചെയ്യുന്നു, ആ ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് എല്ലാം എടുത്ത് എഴുതാറുണ്ട്. നമുക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്നത്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇദ്ദേഹം സോഷ്യൽ ഹിസ്റ്ററി എന്ന പാരഗ്രാഫ് നമ്മൾ എഴുതാറുണ്ട് അല്ലേ. അവിടെ പറയുന്ന പേഷ്യൻ്റ് ഇത്ര സിഗരറ്റ് വലിക്കുന്ന ആളാണ്, ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പിന്നെ നമ്മൾ അടുത്ത പാരഗ്രാഫ് വേണ്ടുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്മോക്കിംഗ് സെസേഷൻ പ്രോഗ്രാമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം വരുന്നത്, അവിടെ ആ ഒരു നറേഷൻ്റെ ബ്രേക്ക് സംഭവിക്കുകയാണ്. ആ ഒരു ക്ലാരിറ്റി കുറയാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്ത് എഴുതാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ അത് റെക്കമെൻഡേഷൻ പാരഗ്രാഫ് എന്ന് പറയുന്ന പാരഗ്രാഫിൽ തന്നെ എഴുതുന്ന നിർബന്ധമില്ല. നിങ്ങൾക്കത് ബോഡി 1-ലും ബോഡി 2-ലോ ബോഡി 3-ലൊക്കെ ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ. യെസ്, അതുപോലെ തന്നെ ഈ ന്യൂട്രീഷൻ്റെ കാര്യം പറയുന്നുണ്ട് ഗുഡ് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ എൻഷുർ ചെയ്യണമെന്നും പറയുന്നുണ്ട്. അപ്പം സോഷ്യൽ ഹിസ്റ്ററിയിൽ ഒരുപാട് റെലവൻ്റ് ആയിട്ട് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. മെഡിക്കൽ ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് റെക്കറൻറ്റ് ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ഉള്ള ആളാണെന്നും അതുപോലെ തന്നെ 2016 COPD ഉള്ള ആളാണെന്നും. അപ്പോൾ അത് നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇയേഴ്സ് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ കണ്ടീഷൻസ് മെൻഷൻ ചെയ്തേ പറ്റൂ. അതുപോലെ മെഡിക്കേഷൻ, കറണ്ട് മെഡിക്കേഷൻസ് ആയിട്ട് പോകുന്ന റെഗുലർ മെഡിക്കേഷൻസ് ആയിട്ട് പോകുന്നത് ഇൻഹേലറാണ്. ഐ തിങ്ക് ഐ ഹാവ് ഓൾറെഡി മെൻഷൻ ദ നെയിം, ബ്രോങ്കോ ഡിലേറ്റർ ആണ് 2 puffs ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്നത്. അതും മെൻഷൻ ചെയ്യേണ്ട കാര്യമുണ്ട് ഇൻ ദ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ്. ഇനി 2 January ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ പേഷ്യൻ്റ് ഫോൾ അറ്റ് ഹോം, ഒരുപാട് കംപ്ലയിൻറ്റ്സ് പറയുന്നുണ്ട്. ഫീവർ, നോഷിയ, ഡിസിനസ്, അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ്. ഫീവർ ഉണ്ടായിരുന്നു 38.6, ഹൈഡ്രേഷൻ ഉണ്ടായിരുന്നു, അതും റെക്കമെൻഡേഷനിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട്നെസ് ഓഫ് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടായിരുന്നു. പേഷ്യൻ്റ് കംപ്ലൈനിങ് ദ ഇൻഎഫക്റ്റീവ്നെസ് ഓഫ് ദ ഇൻഹെയിലർ, അതുകൊണ്ട് അത് ചേഞ്ച് ചെയ്തു എന്ന് പറയുന്നുണ്ട്. കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഡിസോറിയൻറ്റേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് സെയിം ഡേ പേഷ്യൻ്റ് കംപ്ലൈൻറ്റ് ഓഫ് ഡയൂറിയ, അതുകൊണ്ട് UTI സസ്പെക്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി 3 January നെക്സ്റ്റ് ഡേയിൽ പേഷ്യൻറ്റിന് ഒരു മൈൽഡ് ബ്രൂയിസ്, ആ ഫോളിനെ തുടർന്ന് മൈൽഡ് ബ്രൂയിസ് ഉണ്ടായിരുന്നു. പക്ഷേ എക്സ്റേയിൽ ഫ്രാക്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ ലെറ്ററിൽ ഈ ഫോളിനെ പറ്റിയുള്ള ഡിസ്കഷൻസോ അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ പറ്റിയുള്ള ഡിസ്കഷൻസോ തീരുകയാണ്. ദെയർഫോർ ദ സിഗ്നിഫിക്കൻസ് ടു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അതുപോലെ പിന്നെ 6th January ഓൾറെഡി UTI സസ്പെക്റ്റഡ് ആയിരുന്നു 2 January, പക്ഷേ 6th January വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ യൂറിൻ അനാലിസിസിലൂടെ UTI ഉണ്ട് എന്ന് ഡിറ്റക്റ്റ് ചെയ്യുകയും ആൻറ്റിബയോട്ടിക്സ് അടുത്ത 7 ദിവസത്തേക്ക് കമൻസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതും നമുക്ക് കണക്ട് ചെയ്തെഴുതാവുന്നതാണ്. ഇതും ഞാൻ ഈ പറയുന്ന കൺഫ്യൂഷനിൽ വരാൻ, കൺഫ്യൂഷനല്ല, സ്റ്റുഡൻസ് വിചാരിക്കുന്നത് അങ്ങനെ എഴുതണോ ഇങ്ങനെ എഴുതണോ. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇതൊക്കെ ബോഡി പാരഗ്രാഫിൽ ഈ പറയുന്ന സ്മോക്കിംഗ് സെസേഷൻ്റെ കാര്യവും ഈ പറയുന്ന പുവർ ഡയറ്റ് ന്യൂട്രീഷൻ്റെ കാര്യവും ഒക്കെ നമുക്ക് ബോഡി പാരഗ്രാഫിൽ നമുക്ക് എഴുതാവുന്നത് തന്നെയാണ്. നമുക്ക് റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ സ്ട്രിക്റ്റ് ആയിട്ട് എഴുതണമെന്നില്ല. ഇനി അങ്ങനെ എഴുതിയവർ പേടിക്കാനൊന്നുമില്ല. ഐ എം ട്രൈങ് ടു ഗിവ് യു എ ബെറ്റർ കൈൻഡ് ഓഫ് നറേഷൻ എന്ന് മാത്രം കേട്ടോ. ഇനി അദ്ദേഹത്തിന് 8th January ടുഡേയിലേക്ക് വരികയാണെങ്കിൽ പറയുന്നു പേഷ്യൻ്റ് റെഡി ടു ട്രാൻസ്ഫർ ടു നഴ്സിംഗ് ഹോം, പക്ഷേ ഹീസ് ആങ്ഷ്യസ് എന്ന് പറയുന്നുണ്ട്. അതും മെൻഷൻ ചെയ്യാവുന്നൊരു കാര്യമാണ്. അതുപോലെ അടുത്ത 7 ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക്സ് കണ്ടിന്യൂ ചെയ്യണം. എയറോബിക് ആൻഡ് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് കണ്ടിന്യൂ ചെയ്യണം. ആൻഡ് ഹെൽപ്പ് ടു സ്റ്റോപ്പ് സ്മോക്കിംഗ് ആൻഡ് ജോയിൻ സ്മോക്കിംഗ് സെസേഷൻ ഗ്രൂപ്പ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഗുഡ് ഹൈഡ്രേഷനും പറയുന്നുണ്ട്. അതുപോലെ ഗുഡ് നൈറ്റ് ആൻഡ് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ ടു അവോയ്ഡ് കഫീൻ ഇൻടേക്കും പറയുന്നുണ്ട്. ആൻഡ് റിവ്യൂ GP ആഫ്റ്റർ 2 weeks എന്നും പറയുന്നുണ്ട്. ഫോർ COPD ആൻഡ് UTI ആൻഡ് കൂടെ അക്കമ്പനി ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇതാണ് കേസ് നോട്ടിൽ പറയുന്ന ഇൻഫർമേഷൻ. അപ്പോൾ ഒരുപാട് സെലക്ഷൻ ഓഫ് ഡേറ്റ ഒന്നും വലിയ കൺഫ്യൂഷൻ ഇല്ലാത്തൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഇഫ് യു ഹാഡ് അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ ഇൻ ദ പ്രോപ്പർ വേ. ആൻഡ് ആസ് യൂഷ്വൽ നമുക്കൊരു മോഡൽ ആൻസർ ഡിസ്കസ് ചെയ്യാം കേട്ടോ. And I think we had some questions. In the body para 1, mentioned. I mentioned about this. Yeah, okay. that's fine. It's totally fine. That's good. Yes. And see, we can include social history with cessation program.
I didn't understand the question. Connect ചെയ്ത് എഴുതാമെന്നാണ് ചോദിച്ചത്. Anyway, let's see. Yeah. Okay. So, the introduction. Mr. Arthur Taylor, a 75-year-old, will be transferred to a facility for the continuation of care and support. He has been diagnosed UTI and has breathing difficulty. ഇതാണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് എക്സാമിനേഷൻ കുട്ടികൾക്ക് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. യൂട്യൂബ് നോക്കിയതാണ്. ഇനി ബോഡി 1 എന്ന് പറയുമ്പം Mr. Taylor is a non-case of COPD, however is managed with bronchodilator 2 puffs daily. ഇതാണ് ഞാൻ ആദ്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതിയത്. ഐ തിങ്ക് ഇതും ആ കൺഫ്യൂഷനുള്ള എക്സ്പ്ലനേഷൻ തീർത്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബാക്കിയുള്ള നറേഷനിലേക്ക് പോകാൻ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്തിനെ പറ്റിയൊക്കെ പറയാം. അങ്ങനെ നിയമമില്ല, ബട്ട് ദിസ് ഗീവ്സ് മോർ ക്ലാരിറ്റി. ആൻഡ് ഓൺ 2nd of January 2022, Mr. Taylor was admitted for a comprehensive care after a fall at home. He also requested for the change in medication on inhaler as he reported it ineffective. His shortness of breath severed, therefore changed the medication to serotonide. Then he also complained of diarrhea, which later confirmed as UTI, and later started antibiotics for 7 days, and his inhaler medication has revised. Then over to the social history. He had smoking habit of 25 cigarettes per day, which is now reduced to 5 per day. Therefore, needs the help of smoking cessation group to quit his habit of smoking. I think this is what Sia has asked. Yes. Okay. ഇങ്ങനെ കണക്ട് ചെയ്ത് എഴുതാം നമുക്കല്ലേ. Then Additionally, he had a recurrent chest infection and revealed COPD in 2016. And that brings end of the first introduction, body 1, body 2. And now over to the last paragraph, which is the recommendation paragraph. We will be transferring him to your facility on January 13th of Jan 2022. And on transfer, please provide him all support as he is anxious. So, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ആങ്ഷ്യസ് ആണ്, അല്ലെങ്കിൽ ആങ്ഷ്യസ് ഇല്ലാത്ത ഒരാളെ അവർ ടേക്ക് കെയർ ചെയ്യുന്നു, ആങ്ഷ്യസ് ആയ ഒരാളെ ടേക്ക് കെയർ ചെയ്യുന്നു തമ്മിൽ ടോട്ടൽ ഡിഫറെൻ്റ് ആയിരിക്കും. So that is something which has to be addressed. It would be great to arrange aerobic and associated breathing exercise for him for his improvement in breathing. It is good to make some lifestyle change, especially in his nutritional intake and drinking habit, but avoid caffeine. Following all this, please bring him for a review after 2 weeks. So this is all about the case note today. I think it was a clear discussion. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ അപ്കമിങ് എക്സാം ടേക്കേഴ്സ് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ എലമെൻസിന് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് നിങ്ങൾ ഇനി തൊട്ട് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഓവർ ടു പ്രിയങ്ക ഫോർ speaking. I think I can continue with some of the points. Like, yes, we have some questions in YouTube as well. And ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ വി ഹാവ് ടു റിവ്യൂ ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻ ക്രിട്ടിക്കലി, വളരെ ക്രിട്ടിക്കലായിട്ട്. അതെന്തുകൊണ്ടായിരിക്കും, എല്ലാത്തിൻ്റെ കൂടി ഒരു വൈ നോക്കി നമ്മൾ അതിനെ അനലൈസ് ചെയ്യണം എന്നാണ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഫ്രം ദ ഡിസ്കഷൻ. സോ എല്ലാ പോയിന്റിനെയും നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യണം. ഇത് വേണോ, അങ്ങനെയാണെങ്കിൽ ഇത് എന്തുകൊണ്ട് വേണം, ഇത് വേണ്ട, അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ട് വേണ്ട. ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് കപ്പാസിറ്റി ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വേണോ. നമുക്ക് 3 രീതിയിൽ സെലക്ട് ചെയ്യാം അല്ലേ. ഒന്നില്ലെങ്കിൽ ഒരു പോയിന്റ് എടുത്ത് നമുക്കതിനെ മൊത്തത്തിൽ എഴുതാം, മൈന്യൂട്ട് ഡീറ്റെയിൽസ് പറയും. ഇപ്പോൾ ഫോളിൻ്റെ കാര്യം പറഞ്ഞു, നമ്മളവിടെ പേഷ്യൻ്റ് ഇപ്പോൾ ഫോൾ എന്ന് മാത്രം പറഞ്ഞാൽ മതി, ഫോൾ അറ്റ് ഹോം പോലും വേണ്ട. ചെറിയും പറഞ്ഞാൽ പേഷ്യൻ്റ് വീഴ്ചയെ തുടർന്ന് വന്നെന്ന് പറഞ്ഞാൽ മതി, എവിടെ വീണു എന്നുള്ളതൊന്നും ആ മാനേജർ പറയേണ്ട ആവശ്യമില്ല. ഒന്നില്ലെങ്കിൽ നമുക്ക് പേഷ്യൻ്റ് വീഴ്ചയെ തുടർന്ന് വന്നു, ഇന്ന കംപ്ലയിൻസ് ആയിരുന്നു, ഫ്രാക്ചർ ഉണ്ടായിരുന്നില്ല, ഇങ്ങനൊരു മൈന്യൂട്ട് ഇൻഡെപ്ത് അനാലിസിസിലേക്ക് പോകാം. അല്ല എങ്കിൽ നമുക്കൊരു ഓവറോൾ പിക്ചർ കൊടുക്കാം. പേഷ്യൻറ്റിന് ഇത്ര ദിവസം മുമ്പ് ഒരു വീഴ്ചയെ തുടർന്ന് വന്നിരുന്നു, ഓർ എൽസ് യു ക്യാൻ സ്കിപ്പ് ഇറ്റ്.
ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ഒരു പോയിന്റിനെ സെലക്ട് ചെയ്യാം അല്ലേ? ഇങ്ങനെ പല രീതിയിലുള്ള ക്രിട്ടിക്കൽ അപ്രോച്ച് നടത്തുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. Yes, confusing letter ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. His son is concerned about his diet and health and he lives alone. Reason for transfer പറഞ്ഞ that is not the reason. That is also already patient പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫറിന്. ആൻഡ് ദിസ് ആക്ട്സ് ആസ് എ ട്രിഗറിംഗ് ഫാക്ടർ. ഇങ്ങനെ സംഭവിച്ചപ്പോൾ അത് ഒരു പെട്ടെന്നുള്ള ട്രാൻസ്ഫറിന് വഴിത്തിരിവായെന്ന് മാത്രം. അതെ. ജിനു ടി വി ആൽബി സെബാസ്റ്റ്യൻ ഇറ്റ്സ് എ ലിറ്റിൽ കൺഫ്യൂസിംഗ് ആൻഡ് ജിഷ ഡിസ്ചാർജ് ലെറ്റർ എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ജിഷ ഹാസ് I think some students have the same confusion whether it is a transfer or discharge. അപ്പം നമ്മുടെ സ്റ്റുഡൻസ് പറഞ്ഞ രീതിയിൽ will make a exactly we have to നമ്മൾ ഈ critical thinking അവിടെ നമുക്ക് apply ചെയ്യാം. We can make a close monitoring of the question carefully to understand the same, I guess. Yes. സോ ഇനി സ്പീക്കിങ്ങിനെ പറ്റി ഇവിടെ ഡിസ്ചാർജ് ലെറ്റർ എന്ന് പറയുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ് ആ ഡിസ്ചാർജ് നിങ്ങൾക്ക് തോന്നിയുള്ള കാര്യം നിങ്ങൾ മെൻഷൻ ചെയ്യൂ. We will look into that even after the live sessions. Thank you. So Jisha, one of my friend attended today's exam and she got speaking card number 1. Patient scheduled for cholecystectomy and was anxious about surgery. Yes, ഒരു സിമിലർ ടോപ്പിക് ഇതിനു മുന്നേ വന്നിട്ടുള്ള ടോപ്പിക്കാണ്. കൈൻഡ് ഓഫ് സിമിലർ ടോപ്പിക്കാണ്. Then second card, mother was concerned about daughter's alright, so I didn't get that word. And Jinu speaking, patient was scheduled for salivary gland surgery and he was concerned regarding long-term and short-term complications, urinary incontinence. I think I think I was fortunate to explain this to students. Like നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഇൻകോണ്ടിനൻസിനെയൊക്കെ പറ്റി ഓൾറെഡി സംസാരിച്ചിട്ടുള്ളതാണ്. കാരണം I remember that incident because ഒരു ഡയറി ബ്ലാഡർ ഡയറി എന്നൊരു വേർഡ് വന്നപ്പോഴത്തേക്കും സ്റ്റുഡൻസിന് അത് കൃത്യമായി മനസ്സിലായില്ല. സോ ഇറ്റ് വാസ് ആക്ച്വലി അപ്പോൾ ഞാൻ പറയുമായിരുന്നു അവരോട് അങ്ങനെ ഒരു ബ്ലാഡർ ഡയറി അല്ലെങ്കിൽ ഡയറ്റ് ഡയറി അല്ലെങ്കിൽ ഡയറി ടു നോട്ട് ഡൗൺ ദ ട്രിഗേഴ്സ് അങ്ങനെ എപ്പോഴും നമ്മുടെ സ്പീക്കിംഗ് കാർഡിൽ വരുന്നൊരു കോമൺ വേർഡാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ യൂറിനറി ഇൻകോണ്ടിനൻസിനെ പറ്റി ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ആ ഒരു സിമിലർ ടോപ്പിക്സ് ഒക്കെ നമ്മുടെ എക്സാമിനേഷന് കണ്ടപ്പോൾ ഐ ഫെൽറ്റ് റിയലി ഹാപ്പി. ഓക്കെ, സോ നമുക്ക് എപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. സ്പീക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട്സ് അഷ്യൂർ ചെയ്യാൻ പറ്റും. ഐ മീൻ ഓവറോൾ എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ സ്പീക്കിങ്ങിനായിരിക്കും ഒരു മേജർ പെർസെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് കുറച്ചും കൂടെ പാസ് പെർസെൻറ്റേജ് കൂടുതലുള്ളത് കമ്പയറിങ് ടു അതർ മൊഡ്യൂൾസ്. ബിക്കോസ് വലിയ അറ്റ്ലീസ്റ്റ് 300-ന് താഴെ പോകുന്നത് വളരെ ചെറിയ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിൽ. സോ സ്പീക്കിംഗ് ആക്ച്വലി ഈസ് എൻ ഈസി മൊഡ്യൂൾ, ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഫേസ് ടു ഫേസ് ഇരിക്കുന്നത് കാരണമുള്ള സ്റ്റുഡൻസിൻ്റെ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ ഈ റിസൾട്ട്സ് അനലൈസ് ചെയ്യാൻ നേരത്ത് ആൻഡ് നമ്മൾ എന്താ പറയുക ഒരു ഇൻ്റലിക്യൂട്ടറായിട്ട് കേട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ വി ഹാവ് എ സർട്ടൻ ക്രൈറ്റീരിയ നോക്കി തന്നെയാണ് നമ്മൾ മാർക്ക് ഇടുന്നത്. ഒരു ടേബിളുണ്ട് നമുക്കതിന്. ആൻഡ് ആ ടേബിൾ നമ്മൾ എന്താ പറയുക നമ്മൾ ഇവിടെ മോക്ക് ടെസ്റ്റ് നടത്തുമ്പോഴാണെങ്കിലും നമുക്ക് ആ ടേബിളിലാണ് നമ്മൾ പോയിന്റ്സ് ഇട്ട് കൊടുക്കുന്നത്. സ്റ്റുഡൻസിന് ഇന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ടൊരു ടേബിളുണ്ട്. പക്ഷേ ഈ ടേബിളിനൊക്കെ സർപ്പാസ് ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട് നമുക്ക്, ഓവറോൾ പെർഫോമൻസ് എന്നുള്ളത്. ഓക്കെ, ക്രൈറ്റീരിയ നിങ്ങൾ ഓർക്കണം, അതിനെപ്പറ്റി പഠിക്കണം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ഓവറോൾ പെർഫോമൻസ് ഇഫക്റ്റീവ് ആയിരിക്കണം. ഒരു പെർഫോമൻസ് കേൾക്കാൻ നേരത്തെ നമ്മുടെ ക്രൈറ്റീരിയ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തോന്നണം ദാറ്റ് ഓവറോൾ ഷീ ഈസ് ഗുഡ്, സോ ഓവറോൾ ഷീ റിയലി ഡിസേർവ്സ് മോർ ദൻ 350 എന്നുള്ളത്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറഞ്ഞു വിടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും നാൾ പ്രാക്ടീസ് ചെയ്തതിൽ നിന്ന് യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എ കാർഡ് വേർ യു ഡു നോട്ട് ഫൈൻഡ് അൺഫെമിലിയർ വേർഡ്. നിങ്ങൾ ഒരിക്കലും ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള വാക്ക് നിങ്ങളുടെ കാർഡിൽ ഒരു കാരണവശാലും ദറ്റ്സ് എ പ്രോമിസ് വിച്ച് ഐ എം വെരി കോൺഫിഡൻറ്റ് അബൌട്ട് കാർഡില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പറയാൻ പറ്റും. ഇനി നിങ്ങൾ ടാക്കിൾ ചെയ്യേണ്ട മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും, അതുപോലെ തന്നെ ഫെമിലിയർ അല്ലാത്തൊരു പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്നത്. അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് വളരെ സ്മാർട്ടായിട്ടുള്ളൊരു പെർഫോമൻസിലാണ്. ഓക്കെ, അവിടെ അറ്റ് ദ ബാക്ക് ഓഫ് ദ മൈൻഡ് നമ്മൾ ക്രൈറ്റീരിയനെ പറ്റി എൻ്റെ ഗ്രാമർ തെറ്റുന്നുണ്ടോ, എൻ്റെ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ കറക്റ്റ്, അതൊന്നുമല്ല. നമ്മളെ മുന്നോട്ട് നയിക്കേണ്ട ഒരു എന്താ പറയുക വളരെ സ്മാർട്ടായിട്ടുള്ളൊരു പെർഫോമൻസിലാണ്. നമ്മുടെ റിസൾട്ടുകൾ അനലൈസ് ചെയ്താൽ ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, ചിലപ്പോൾ ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്നവർക്കായിരിക്കില്ല ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത്.
ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കായിരിക്കും. ഏറ്റവും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളാണ് ഏറ്റവും നന്നായിട്ട് മാർക്ക് കൊണ്ടുപോകുന്നത്. ബീങ് വെരി സ്മാർട്ട്. സോ ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ സ്പീക്കിംഗ്. അവിടെ പേഷ്യൻറ്റ് ചിലപ്പോൾ ഇപ്പം നമ്മൾ എല്ലാ ക്രൈറ്റീരിയ ഒക്കെ നോക്കി, പക്ഷേ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ക്രൈറ്റീരിയ ഇമ്പോർട്ടൻറ്റ്, ഗ്രാമാറ്റിക്കലി നമ്മൾ കറക്റ്റ് ആയിരിക്കണം, മേജർ മിസ്റ്റേക്സ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് പേഷ്യൻ്റ് ചോദിക്കുന്ന പെട്ടെന്ന് കാർഡിലില്ലാത്തൊരു കാര്യം ചോദിക്കാൻ നേരത്ത് നമുക്ക് അവിടെ സ്പോണ്ടേനിയസ് ആവാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അത്രയും നേരം പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന സാധനം എല്ലാം അവിടെ തീർന്നു. ഇസ്ന്റ് ഇറ്റ്? സോ അതിന് നമ്മൾ 2 രീതിയിലാണ് നമ്മളിവിടെ സ്പീക്കിംഗ് ഡിസ്കസ് ചെയ്യാൻ നേരത്ത് സ്റ്റുഡൻസിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ആൻസർ വന്നു, അപ്പോൾ പേഷ്യൻറ്റ് ചോദിക്കുകയാണ് എനിക്കപ്പോൾ വേഗം ഡിസ്ചാർജ് ആയി പോകാൻ പറ്റുമോ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആൻസർ ചെയ്യുന്നു. സപ്പോസ് പേഷ്യൻ്റ് അങ്ങനെ ചോദിക്കുന്നില്ല, പേഷ്യൻറ്റ് ഡു യു ഹാവ് എനി അതർ കൺസേൺ, നോ ഐ ഡു നോട്ട് ഹാവ് എനി അതർ കൺസേൺ എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? ആ രീതിയിലും നമ്മൾ ചിന്തിക്കാൻ പഠിക്കണം. ദ പ്രസൻസ് ഓഫ് മൈൻഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ സ്പീക്കിംഗ്. സോ പല രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ഇവിടുന്ന് വരാം. ആ ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ അത് വളരെ പൊളൈറ്റായിട്ടും ഇംഗ്ലീഷ് മാനേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടും നമ്മൾ സംസാരിക്കണം. ഇപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ്റെ റിവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ എന്താ എക്സാമിനേഷൻ്റെ മാർക്സ് റിവ്യൂ ചെയ്യാൻ പോകുന്നു, സ്പീക്കിംഗ് മാർക്സ് കുറക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള സസ്പെക്ഷൻ, ഐ മീൻ ആ ഒരു പീപ്പിൾ ആർ സസ്പെക്റ്റഡ് അബൌട്ട് ദാറ്റ് ആൻഡ് ദേ ആർ ഈഗലി വെയിറ്റിംഗ് ഫോർ ദ റെസ്പോൺസ്. ഇതിൻ്റെയൊക്കെ നടക്ക് നിൽക്കാൻ നേരത്ത് പോലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അൾട്ടിമേറ്റ്ലി വേണ്ടി വരിക എന്ന് പറയുന്നത് എറർലെസ് കമ്മ്യൂണിക്കേഷനാണ്. വളരെ ക്രിറ്റിക്കലായിട്ടും വളരെ കൺസോളിംഗ് ആയിട്ടും ഒക്കെ സംസാരിക്കേണ്ട ആൾക്കാരാണ് മെഡിക്കൽ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. സോ അവർക്ക് നല്ലൊരു സ്പീക്കിംഗ് സ്കിൽസ് ഇസ് വെരി നെസസറി. നല്ലൊരു സ്പീക്കിംഗ് സ്കിൽസ് എന്ന് പറയാൻ നേരത്ത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു കീപ് ദ മാനേഴ്സ് ടു. അപ്പോൾ അതൊക്കെ അവർ ചെക്ക് ചെയ്യും, നമ്മുടെ ലാംഗ്വേജിലുള്ള മാനേഴ്സ്. ഓക്കെ, സോ ഇറ്റ്സ് ആക്ച്വലി വൺ തിങ് ദാറ്റ് യു റിമെമ്പർ. എല്ലാത്തിലും വന്ന് നമുക്ക് നമ്മുടെ മലയാളം ലാംഗ്വേജ് ഇസ് ലിറ്റിൽ സ്ട്രേറ്റ് ഫോർവേഡ്. അവിടെ ഒത്തിരി ക്ഷമയോ ഒത്തിരി നന്ദികളോ ഉണ്ടാവില്ല. പക്ഷേ think about English language, which might be filled with the format. It is a very formal language, diplomatic language. Even എല്ലാ ഒരു കാര്യം പറയാൻ നേരത്തും ഒരു ഫോർമൽ സിനാരിയോയിൽ ദേ കാൺ ബി റൂഡ്. ദ ലാംഗ്വേജ് കാൺ ബി റൂഡ് ഈവൻ ദോ ദ പേഴ്സൺ റൂഡ് ആയാൽ പോലും ലാംഗ്വേജ് ഒരിക്കലും ഒരു ഫോർമൽ സിനാരിയോയിൽ റൂഡ് ആവാൻ പാടില്ല. കുഡ് യു പ്ലീസ്, കെൻ ഐ, അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ അതിനെ ടാക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്തൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹോൾഡ് വേണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്ന ആൾക്ക് അത് കൃത്യമായി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റുഡൻസ് വാസ് ബിറ്റ് കൺഫ്യൂസ്ഡ് അബൌട്ട് എ കീവേഡ്. ഇതിനകത്തൊരു ഷോർട്ട് ഫോം വന്നു. ഇറ്റ് വാസ് TWOC. അങ്ങനെയായിരുന്നു. ഇറ്റ് വാസ് ട്രയൽ വിത്തൗട്ട് കത്തീറ്റർ. അതാണ് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് വന്നിരുന്നത് ട്രയൽ വിത്തൗട്ട് കത്തീറ്റർ എന്നാണ്. കുട്ടികൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് എഴുതിയിട്ടും ഉണ്ടായിരുന്നു, ഇറ്റ് ഇസ് ട്രയൽ വിത്തൗട്ട് കത്തീറ്റർ. അതവിടെ ശ്രദ്ധിക്കുന്നില്ല. TWOD എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ മെഡിക്കൽ ഇൻഫർമേഷൻ എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞ കാര്യം ഇതാണ്, ഐ എം നോട്ട് എ നേഴ്സ്, ഐ എം എൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനർ ആൻഡ് ഐ എം പ്രൊഫഷണലൈസ്ഡ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനിങ്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ പാനിക്കായില്ല. ബിക്കോസ് ഐ എം 100% ഷുവർ അത് എനിക്കും കൂടി പറയാൻ പറ്റുന്ന രീതിയിൽ മാത്രമാണ് ഈ കാർഡ് ഇട്ടേക്കുന്നത്. ആൻഡ് TWOD ഇസ് ട്രയൽ, ഐ മീൻ TWOC ഇസ് ട്രയൽ വിത്തൗട്ട് കത്തീറ്റർ ആണ് എന്നുള്ളത് അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾ അതിനെ വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ടാണ് എന്നുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് എ കൺഫ്യൂസിങ് മാറ്റർ വൺസ് യു അണ്ടർസ്റ്റാൻഡ് എന്താണ് ഓരോ ക്വസ്റ്റ്യനിൻ്റെ പർപ്പസ്. ഓരോ ബുള്ളറ്റ് പോയിന്റും കാണാൻ നേരത്ത് നമ്മൾ പേഷ്യൻ്റ് എന്താണെന്ന് ചോദിക്കാൻ പോകണേ എന്നുള്ളത് ഗെസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. അത് ഗെസ് ചെയ്യാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവറോൾ ഒരു ഐഡിയ എടുത്തിട്ട് നമ്മുടെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് പറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, സോ കീപ്പിംഗ് ദാറ്റ് അസൈഡ് നമുക്ക് ഇന്നത്തെ കാർഡുകൾ നോക്കുവാണെങ്കിൽ I think we have a card, yes, as he has mentioned, നമ്മുടെ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട് cholecystectomy,
gallbladder removal 3 days. അത് ഐ തിങ്ക് ഇറ്റ്സ് ബീൻ കുറേ നാളായിട്ട് ചോദിക്കുന്ന പല ടൈപ്പിലുള്ള ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഹസ് കം ഫോർ ദി എക്സാമിനേഷൻ. ദ പേഷ്യൻറ്റ് ഹാസ് ആസ്ക്ഡ് ടു സ്പീക്ക് ടു യു, റിക്വസ്റ്റഡ് ടു സ്പീക്ക് ടു യു, ഫൈൻഡ് ഔട്ട് റീസൺ ഫോർ പേഷ്യൻസ് റിക്വസ്റ്റ് ടു സീ യു. ഇതാണ് ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്. കാരണം ഇതിങ്ങനെ സ്പെസിഫിക്കലി സ്റ്റുഡൻസ് അയക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് 3 ടൈപ്പിലുള്ള ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്സ് ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 3 ടൈപ്പിൽ മാത്രമേ നിങ്ങൾക്ക് ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് വരത്തുള്ളൂ. ഇങ്ങനെ എനിക്കറിയില്ല എത്ര പേര് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ട്രെയിനിങ്ങിൽ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാം കാർഡ്സിനെ പറ്റി അത് നോക്കുകയും അതിനെപ്പറ്റി സ്റ്റുഡൻസിനോടൊക്കെ ചോദിക്കുകയും അതിൽ നിന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കുന്ന ഫ്രീക്വൻലി എക്സാമിനെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഇതിൽ നിന്ന് തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ആദ്യത്തേത് ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ദ വിസിറ്റ്. സെക്കൻഡ് വൺ ഫൈൻഡ് ഔട്ട് ദ റിക്വസ്റ്റ് ഫോർ ദ പേഷ്യൻറ്റ് ടു സീ യു. തേർഡ് വൺ ഇസ് ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, കൺഫേം ഓർ ഗിവ് ഇൻഫർമേഷൻ ഓർ എക്സ്പ്ലെയിൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവും. അത് നോൺ കേസിൻ്റെ സിനാരിയോ ആണ്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ പേഷ്യൻസ് റിക്വസ്റ്റ് ടു സീ യു എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് എന്തിനാണ് നമ്മളെ കാണാൻ വന്നേക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇതിനാണല്ലേ വന്നേക്കുന്നത് എന്ന് പറഞ്ഞ് തുടങ്ങാൻ അവിടെ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഹവ് റിക്വസ്റ്റഡ് ടു സീ മീ, കെൻ ഐ നോ ദ റീസൺ എന്നുള്ളത് നമുക്ക് ചോദിക്കാം. സോ നമുക്ക് ആ പേഷ്യൻറ്റിനെ അറിയാമോ? അറിയാം, കേസ് അറിയാം, എല്ലാം അറിയാം. പക്ഷേ പേഷ്യൻ്റ് ഇപ്പം എന്തിനാണ് വന്നേക്കുന്നത് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് അങ്ങനെ ആയിരിക്കുന്നത്, അല്ലേ? ആൻഡ് ഇറ്റ് വാസ് എ ക്വൈറ്റ് ലെങ്തി കാർഡ്. അതൊരു ലെങ്തി കാർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് പേഷ്യൻറ്റിൻ്റെ ആ ഒരു നെർവസ്നെസ്സും ഈ ഒരു പ്രൊസീജിയറിൻ്റെ നെർവസ്നെസ്സിനെ നമുക്ക് ട്രാക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല കൈൻഡ് ഓഫ് ഇമോഷൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. അതും നമ്മൾ നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. സം പേഷ്യൻസ് മൈറ്റ് ബി എംപാരസ്ഡ്, സം പേഷ്യൻസ് മൈറ്റ് ബി കൺസേൺഡ്, സം പേഷ്യൻസ് മൈറ്റ് ബി കൈൻഡ് ഓഫ് ഫിയർ ആയിരിക്കും അവർക്കുള്ളത്. അപ്പോൾ ഈ പേഷ്യൻസിനെ നമുക്ക് ഒരുപോലെ നമുക്ക് സമാധാനിപ്പിക്കാൻ പറ്റില്ല. ഒരിക്കലും ട്രൈ നോട്ട് ടു വറി എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് എല്ലാ പേഷ്യൻസിനെയും കൃത്യമായിട്ട് സമാധാനിപ്പിക്കാൻ പറ്റത്തില്ല. എംപാരസ്ഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിന് തീർച്ചയായിട്ടും ദർ ഇസ് നത്തിങ് ടു ബി എംപാരസ്ഡ്. വി ആർ ഇറ്റ്സ് എ കോമൺ പ്രൊസീജിയർ ആൻഡ് വി ആർ പ്രൊഫഷണൽസ്, വി ക്യാൻ ഹാൻഡിൽ ഇറ്റ്, ട്രൈ ആൻഡ് ഡോണ്ട് വറി മച്ച് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് നത്തിങ് ടു ബി എംപാരസ്ഡ് എന്നുള്ളത് അവരുടെ അടുത്ത് കൃത്യമായി പറയണം. കാരണം ദേ ഹാവ് എ കൈൻഡ് ഓഫ് ഷൈനസ്, അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ഓഫ് ഷൈനസ് ആണ് അവർക്കുള്ളത്, അല്ലേ? സോ ഇവിടെ പേഷ്യൻ്റ് ആക്ച്വലി നെർവസ് ആണ്, ഈ ഒരു പ്രൊസീജിയറിനെ ഭയക്കുന്നുണ്ട് പേഷ്യൻറ്റ്, അല്ലേ? അപ്പോൾ പേഷ്യൻറ്റിനെ കൃത്യമായി സമാധാനിപ്പിക്കേണ്ടത് ഈ നിങ്ങൾ ഭയക്കുന്ന അത്രയൊന്നും ഇല്ല, എല്ലാം വളരെ സേഫായിട്ടായിരിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആരാണ്? നമ്മുടെ നേഴ്സാണ്. ഓക്കെ, അനസ്തേഷ്യയുടെ കാര്യം, നോ നീഡ് ടു വറി, എല്ലാം അങ്ങനത്തെ കീവേഡ്സ് ആയിരുന്നു വന്നിരിക്കുന്നതെന്നാണ് സ്റ്റുഡൻസ് പറഞ്ഞിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ ആയിരിക്കും. നെർവസ് ആയിട്ടുള്ള പേഷ്യൻറ്റിനോട് നമ്മൾ ഇറ്റ്സ് എ ഷോർട്ട് പ്രൊസീജിയർ ആണെന്നും യു വിൽ ബി ഗിവൺ അനസ്തേഷ്യ and there is nothing to be overly concerned about it. You will be under surveillance of the doctor as well as the medical team എന്നൊക്കെ നമുക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ട ഒരു ഏരിയ ആണ് അതിനകത്തുള്ളത്. And then another card is about 4-year-old daughter to the clinic because a rash has appeared on her arms, legs after playing at the park. Just examined case ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Okay, it's okay. Urticaria, also known as nettle rash or hives. Okay. Urticaria. All right, fine. So അതാണ് തോന്നുന്നു നേരത്തെ ഒരാൾ എനിക്ക് ടൈപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. All right, fine. So suspected nettle rash ആണോന്ന് സസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എക്സാമിനേഷന് ശേഷം. ജസ്റ്റ് എക്സാമിൻഡ് കേസ്. ജസ്റ്റ് എക്സാമിൻ കേസിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് 2 ചോദ്യങ്ങളായിരിക്കും അടുപ്പിച്ച് വരുന്നത്, അല്ലെങ്കിൽ 2-3 ചോദ്യങ്ങൾക്ക് ശേഷം അതിനുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും. ഈ കാർഡുകളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും കൃത്യമായി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ. ജസ്റ്റ് എക്സാമിൻ, അതായത് ഒരു നേഴ്സ് എക്സാമിൻ ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും ആ നേഴ്സിന് ചോദിക്കാനുള്ളത് ചോദ്യങ്ങളായിരിക്കും. ആ ചോദ്യങ്ങളിൽ നിന്നും ആ എക്സാമിനേഷനിൽ നിന്നുമായിരിക്കും നേഴ്സ് ഫർദർ എക്സ്പ്ലനേഷൻ തരുന്നത്. ദാറ്റ്സ് എ ക്വൈറ്റ് കോമൺ പ്രൊസീജിയർ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു കാർഡിനെ എപ്പോഴെങ്കിലും പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ, അത് കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് പോന്നിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ ഓർക്കേണ്ടത് കേട്ടോ. ഇതെല്ലാം വളരെ വെരി ഫേമസ് സിനാരിയോ ആണ്. And then we have a 51-year-old university lecturer admitted for surgery to remove a tumor from the superficial lobe of the parotid.
salivary gland എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് പ്രിപ്പറേഷൻ സർജറിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. പോസ്റ്റ് സർജറി, പ്രീ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് നമ്മളെപ്പോഴും നമ്മുടെ സ്പെക്കുലേഷൻ വീഡിയോയിൽ നിങ്ങളോട് ഇൻഫോം ചെയ്യുന്ന ഒരു കാര്യമാണത് അല്ലേ. And then 10-month-old baby, very small baby, rash on his buttocks. So again, skin related ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് അതും സ്പെഷ്യലി സ്കിൻ റിലേറ്റഡ് എപ്പോഴും മദർ ചൈൽഡ് അല്ലെങ്കിൽ ഫാദർ ചൈൽഡ് ആയിട്ടാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. സോ അങ്ങനെ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, ഞാൻ എപ്പോഴും എക്സാമിന് തലേദിവസം അവരോട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രീവിയസ് വീഡിയോസും കാണണം. പ്രീവിയസ് വീഡിയോസിൽ ഞാൻ എപ്പോഴും ഏതെങ്കിലും ഒരു ഏരിയയിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റ് ഏരിയാസും ഒക്കെ കൂടെ നോക്കാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാ വീഡിയോസും കാണാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ നോക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വുഡ് ബി യു വിൽ ഏബിൾ ടു ഫൈൻഡ് ഇറ്റ് എ സ്ട്രക്ചർ ഓർ എ ടെക്നിക് ദാറ്റ് OET ഹാസ് പുട്ട് ഇൻ. OET പുട്ട് ഇൻ ചെയ്തേക്കുന്ന സ്ട്രക്ചറിനെ നമുക്ക് ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട്. നമുക്ക് അതിനകത്തുനിന്ന് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് തന്നെ OET ഉണ്ടാക്കുന്ന പോലത്തെ സിമിലർ കാർഡ്സ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താണ്, അവരുടെ സ്ട്രക്ചർ നമുക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, ബിക്കോസ് ഫ്രം ദ യൂഷ്വൽ ക്വസ്റ്റ്യൻസ് ദാറ്റ് ദേ ആസ്ക് അല്ലേ. അപ്പോൾ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് തിങ്. And then we have a 75-year-old patient who is concerned because he recently had having trouble getting to the bathroom quickly enough. Okay, so incontinence, urinary incontinence. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തത് ഡയൂറിറ്റിക്സ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇൻകോണ്ടിനൻസ് ആണ്, കാൺട്ട് ഗോ ഇൻ പബ്ലിക്. സോ ബ്ലാഡർ ഡയറിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ ഐ എം നോട്ട് പ്രിറ്റി ഷുവർ ദറ്റ് അത് ഇവിടെ പറയുന്നുണ്ടോ. പെൽവിക് എക്സസൈസിനെ പറ്റിയും യൂസിങ് പാഡ്സിനെ പറ്റിയും ഇൻക്രീസിങ് വാട്ടർ ഇൻടേക്കും അവോയ്ഡിങ് ഐ തിങ്ക് യെസ് ഒരു ഡയറി കീപ്പ് ചെയ്ത് അതിനൊക്കെ പറ്റി നമുക്ക് പറയുന്നുണ്ടായിരുന്നു. ആൻഡ് എംബാരസ്മെൻറ്റ്, യെസ് ഹിയർ ഇറ്റ് ഹാസ് കം. നമ്മളിപ്പോൾ മെൻഷൻ ചെയ്തതേ ഉള്ളൂ. പേഷ്യൻ്റ് എംബാരസ്ഡ് ആണെന്ന് പറയുന്നുണ്ട് ബിക്കോസ് ഹി കെ നോട്ട് ഫേസ് ദ പബ്ലിക്. ഇൻകോണ്ടിനൻസ്, എംബാരസ്മെൻറ്റ്, ഇത് ശരിക്കും നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാർഡാണ്. അത് കേട്ടിട്ടുള്ളവർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഐ എം ഓൾസോ ഫീലിംഗ് വെരി ഹാപ്പി ദറ്റ് ഐ കുഡ് ബ്രിങ് ഔട്ട് ദിസ് റെലവൻറ്റ് പോയിന്റ്സ് to the students. Okay, then another card is about 44-year-old preparing for discharge following episodes of syncope, fainting ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാർഡാണ്. Okay, so I think there were some students who have asked to us regarding the കാർഡ്സ്, നമ്മുടെ കാർഡ്സ്, നമ്മൾ ഉണ്ടാക്കുന്ന കാർഡ്സ് നമ്മളിടയ്ക്ക് ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു എക്സ്പ്ലനേഷനോടൊപ്പം തന്നെ ആ കാർഡ്സ് ഇടാറുള്ളൂ. ഫോർ എക്സാമ്പിൾ ഓൺലി ആഫ്റ്റർ പ്രസൻറ്റിങ് നമ്മൾ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ പ്രസൻറ്റേഷൻ വെച്ചിട്ടാണ് അതിൻ്റെ കാർഡ്സ് ടെലിഗ്രാം ഗ്രൂപ്പിൽ എപ്പോഴും ഇടാറുള്ളത്. അപ്പോൾ ലാസ്റ്റ് ടൈം നമുക്ക് അത്രയും പ്രസൻറ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാർഡ്സാണ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടത്. വി ആസ്ക് അപ്പോളജി, കാരണം കുറേ സ്റ്റുഡൻസ് നമുക്ക് കാർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് ടെലിഗ്രാം ഗ്രൂപ്പിൽ, അതായത് നോട്ട് ദ ട്രെയിനിങ് അണ്ടർ അസ് ബട്ട് പബ്ലിക്, ഐ മീൻ മോർ സ്റ്റുഡൻസ് ആർ പ്രിപ്പയറിങ് അറൗണ്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഐ തിങ്ക് വി ഫീൽ റെസ്പോൺസിബിൾ. നമ്മളുടെ അടുത്ത ട്രെയിനിങ് അല്ലെങ്കിൽ പോലും അവർ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, അവർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ വി ഫീൽ എ ബിറ്റ് റെസ്പോൺസിബിൾ ആൻഡ് ഓൾസോ വെരി ഹാപ്പി ടു നോ ദാറ്റ് ദീസ് തിങ്സ് ആർ ഹെൽപ്പിംഗ് യു എ ലോട്ട്. നിങ്ങളെ ഇതൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ ഒത്തിരി സന്തോഷം. ഞാൻ കഴിഞ്ഞ സ്പെക്കുലേഷൻ വീഡിയോയിലും പറഞ്ഞതായിരുന്നു, എക്സാമിന് പോകുന്നതിന് മുന്നേ കുറേ സ്റ്റുഡൻസ് വന്നിട്ട് ലൈക്ക് അവരാദ്യം വന്നപ്പോൾ ഞങ്ങൾ കുറേ സ്ഥലത്ത് പഠിച്ചവരാണ്, നമുക്ക് ഇവിടുന്ന് എന്തൊക്കെ കിട്ടണം, ദേ വർ വെരി ലൈക്ക് അവർക്ക് അവരുടെ ടെൻഷൻ മൂലം തന്നെ അവർ വളരെ സസ്പെക്റ്റഡ് ആയിരുന്നു നമ്മളെ, ഇതൊക്കെ ശരിക്കും കിട്ടുമോ അത് അറിയണം എന്നുള്ളത് ആ ഒരു രീതിയിലാണ്. ആൻഡ് നോ ഒഫെൻസ് ടു ദം, കാരണം അതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അവരുടെ റൈറ്റ് ആണ്, ഇതൊക്കെ അറിയാന്നുള്ളത് അവരുടെ റൈറ്റ് ആണ്. അപ്പം അവരുടെ ആ ഡൗട്ടിന് ജെന്യൂൻ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം അവർ ഒത്തിരി പ്രതീക്ഷിച്ച് പോയ സ്ഥലത്ത് നിന്ന് അവരുടെ എക്സ്പെക്റ്റേഷന് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവർ ആ ഒരു കൺസേണും ക്വസ്റ്റ്യനൊക്കെ നമ്മളുടെ മുന്നിലോട്ട് വെച്ചത്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളരെ പ്രൗഡ്ലി ഞാൻ അവരോട് എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു, ഹൗ വാസ് ദ ട്രെയിനിങ്, എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അവർ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒത്തിരി സന്തോഷത്തോടെയാണ് അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്നത്. റിസൾട്ട്സ് ഇനി അവർക്ക് 2 ആഴ്ച കൂടെ കഴിഞ്ഞേ കിട്ടുള്ളെങ്കിൽ പോലും അവരിവിടെ പോകുന്ന ദിവസം തന്നെ ഒത്തിരി സ്നേഹവും അവരുടെ സന്തോഷവും ഒക്കെ അറിയിച്ചിട്ടാണ് പോയിരിക്കുന്നത്.
സോ വി ആർ സോ ഹാപ്പി. സോ ലൈക്ക് നമ്മളൊരു എക്സാം ബാച്ച് പോകുമ്പോൾ പിന്നെ നമ്മൾ അവരെ കാണുന്നില്ല. അതിൻ്റെ റിസൾട്ട്സിൻ്റെ സമയത്താണ് അവർ നമുക്ക് ഗിഫ്റ്റ്സും ഇങ്ങനെയുള്ള ചെടികളൊക്കെ ആയിട്ടാണ് അവർ വരാറ്. അപ്പോൾ അവരപ്പോഴേ കാണുന്നുള്ളൂ. സോ ഓരോ ക്ലാസ് പോയി കഴിയുമ്പോൾ വി ഹാവ് ദിറ്റ് മെമ്മറി ഓഫ് യുവേഴ്സ് ആൻഡ് ഓൾസോ യുവർ ഹാപ്പിനെസ് ഡു ഗിവ് ഹാപ്പിനെസ് ടു അസ് ടു. സോ ഓൾ ദ വെരി ബെസ്റ്റ്. യെസ്, എക്സാമിനേഷൻ എല്ലാ കുട്ടികൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല റിസൾട്ട്സ് എല്ലാവർക്കും വരട്ടെ എന്ന് വിഷ് ചെയ്യുന്നു ആസ് ഓൾവേസ്. ആൻഡ് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു wind up. Yes. That's me, Harish. And this is Priyanka signing out from Let's Update Language Academy. Good night.